ഒരു പക്ഷേ more than its relationship to literature, it has plenty of connections to other disciplines. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് modern literary theory is transdisciplinary. It is across disciplines. You will have sociology, anthropology, economics, media studies, cultural studies, medicine, legal. അപ്പം നമ്മൾ ലിറ്ററേച്ചർ സ്റ്റുഡൻസ് കൊണ്ട് ഇതുവരെ ഇപ്പോൾ ഉദാഹരണത്തിന് തന്നെ നമ്മൾ ലിറ്ററേച്ചർ സ്റ്റുഡൻസ് ആയതുകൊണ്ടാണ് നമ്മൾ ഫൂക്കോയുടെ വാട്ട് ഇസ് എൻ ഓഥർ പഠിക്കുന്നത്. നിങ്ങളൊരു സൈക്കോളജി സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഏത് പുസ്തകമായിരിക്കും ഫൂക്കോയുടെ പഠിക്കുന്നത്? മാഡ്നസ് ആൻഡ് സിവിലൈസേഷൻ. നിങ്ങളൊരു ഡോക്ടർ ആണെങ്കിൽ എന്തായിരിക്കും പഠിക്കുന്നത്? ദ ഹിസ്റ്ററി ഓഫ് സെക്ഷുവാലിറ്റി, ഫൂക്കോയുടെ. അപ്പം ഈ രീതി, നിങ്ങൾ ഒരു ആന്ത്രപ്പോളജിസ്റ്റ് ആണെങ്കിൽ ആർക്കിയോളജി ഓഫ് നോളജ്, ഇതായിരിക്കും പഠിക്കുന്നത്. അപ്പം നമ്മൾ ലിറ്ററേച്ചർ സ്റ്റുഡൻസ് ആയതുകൊണ്ട് വാട്ട് ഇസ് ആൻ ഓഥർ. ഓക്കെ, ന്യൂ ഹിസ്റ്റോറിസിസം actually emerged in the 70s and 80s. Why? It was a sort of opposition or reaction to new criticism which was ruling literary theory and criticism at that time. ആ സമയത്ത് ന്യൂ ക്രിറ്റിസിസം ആയിരുന്നു വളരെ. ഐ.എ. റിച്ചർഡ്സ് അറിയാമല്ലോ. ഐ.എ. റിച്ചർഡ്സ്, ദി ഫൗണ്ടർ ഓഫ് പ്രാക്ടിക്കൽ ക്രിറ്റിസിസം. എന്താ ന്യൂ ക്രിറ്റിസിസം പറയുന്നത്? ന്യൂ ക്രിറ്റിസിസം പറയുന്നത് there is nothing outside the text. Everything is inside the text. You just have to look at the text and study. You don't have to know the biography of the author. You don't need to know where he was born. You don't need to know the social, political conditions in which ഇതൊന്നും അറിയണ്ട. Because everything is embedded in the text. അത് മാത്രം നോക്കിയാൽ മതി. അത് അദ്ദേഹത്തിന് മനസ്സിലായത് വെൻ ഹി കെയിം ആസ് എ ടീച്ചർ ടു കേംബ്രിഡ്ജ്. നിങ്ങൾക്ക് അറിയാമായിരിക്കും, സോറി ഫോർ റിപ്പീറ്റിംഗ്, പക്ഷെ ഒന്ന് പറഞ്ഞു പോകണമല്ലോ. വെൻ ഹി കെയിം ടു കേംബ്രിഡ്ജ് ആസ് എ ടീച്ചർ, അദ്ദേഹം ഒരു ദിവസം, അന്ന് ഫോട്ടോസ്റ്റാറ്റ്സ് ഒന്നുമില്ല, അദ്ദേഹം ക്ലാസ്സിൽ ചെന്നപ്പം കുറെ സൈക്ലോസ്റ്റൈൽ ചെയ്ത പോയംസുമായിട്ടാണ് പോയത്. പക്ഷെ ഒരു കവിതയിലും there was no name of the poem and there was no name of the poet. എന്നിട്ട് കുട്ടികളുടെ അടുത്ത് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അവരുടെ അടുത്ത് പറഞ്ഞു, ഇതിനെ ഒന്ന് ക്രിട്ടിസൈസ് ചെയ്ത് ഒരു അപ്രിസിയേഷൻ എഴുതുക എന്ന് പറഞ്ഞു. കുട്ടികൾക്ക് അറിയത്തില്ല ആരുടെ കവിതയാന്ന്, ഏത് കാലത്തെയാണെന്നറിയത്തില്ല, ഒന്നും അറിയത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? അവര് മുൻവിധികളൊന്നുമില്ലാതെ അവര് വിമർശിച്ചു, ആസ്വദിച്ചു. When I.A. Richards collected the answer scripts and took it to the department, അദ്ദേഹം ഞെട്ടിപ്പോയി. Why? Because some of the very famous poets and poems അതിനെ കൊല വിളിച്ചിരിക്കുകയാണ് കുട്ടികൾ. പക്ഷെ ചില മൈനർ പോയറ്റ്സിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? There is nothing outside the text. ടെക്സ്റ്റിലാതെല്ലാം ഉണ്ട്. ഈ ഒരു വാദത്തിനോടുള്ള എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടാണ് 1970s 80s ഈ ന്യൂ ഹിസ്റ്റോറിസിസം വന്നത്. So that we can say is the beginning of new criticism. ഒരു ഓപ്പോസിഷൻ. നമ്മൾ എപ്പോഴും അങ്ങനെയാണല്ലോ. ചേഞ്ച് ഹാപ്പൻസ്. When we were students, girls were very often wearing half saris. Then they were wearing saris. Then they were wearing skirts. Then suddenly you have a revolution taking place in the campus. Everyone starts wearing salwar kameez and churidars, jeans. This new fashion may have originated probably because of convenience, probably because of trends, probably because everyone wants a change. അപ്പൊ ഒരു പഴയതിനെ തള്ളി മാറ്റിക്കൊണ്ടാണ് ഒരു പുതിയത് വരുന്നത്. സോ ന്യൂ ക്രിറ്റിസിസത്തിനെ തള്ളി മാറ്റിക്കൊണ്ടാണ് ന്യൂ ഹിസ്റ്റോറിസിസം വരുന്നത്. ഇതിന് വലിയൊരു ഈ ചിന്തകരായ തോമസ് കൂൻ, KUHN, തോമസ് കൂൻ, ഇതിനെ നമ്മൾ മാറ്റങ്ങളെ അദ്ദേഹം പറഞ്ഞത് പാരഡൈം ഷിഫ്റ്റ് എന്നാണ്. PARADIGM, പാരഡൈം ഷിഫ്റ്റ്.
ചില തത്വചിന്തകരിനെ എപ്പിസ്റ്റമോളജിക്കൽ ബ്രേക്ക് എന്ന് പറയും. എപ്പിസ്റ്റമോളജിക്കൽ ബ്രേക്ക്. അവർ പറയുന്നത് വമ്പൻ മാറ്റങ്ങൾ വരുമ്പം ദ പാസ്റ്റ് ബിക്കംസ് സൂപ്പർസ്റ്റിഷൻ. വെൻ ഗ്രേറ്റ് ചേഞ്ചസ് ടേക്ക് പ്ലേസ്, നമ്മുടെ പഴമ ഒരു അന്ധവിശ്വാസമായി മാറുന്നു. അത്ര മാറ്റമാണ്. പാരഡൈം ഷിഫ്റ്റ് വരാം, എപ്പിസ്റ്റമോളജിക്കൽ ബ്രേക്ക് വരാം തിയറിയിൽ. ദിസ് ഹാപ്പൻസ്. അല്ലെങ്കിൽ നമുക്ക് ഇത്രയും തിയറി വേണ്ടല്ലോ. നമ്മൾ പഴയ ലിറ്ററി ക്രിറ്റിസിസത്തിൽ നിന്നാൽ മതിയല്ലോ. നമുക്ക് ന്യൂ ക്രിറ്റിസിസം വന്നു, ഫോർമലിസം വന്നു, സ്ട്രക്ചറലിസം വന്നു, പോസ്റ്റ് സ്ട്രക്ചറലിസം വന്നു, ഹെർമെന്യൂട്ടിക്സ് വന്നു, ന്യൂ ഹിസ്റ്റോറിസിസം വന്നു, റീഡർ റിസപ്ഷൻ തിയറി വന്നു, എന്തെല്ലാം വന്നു. സോ ന്യൂ ക്രിറ്റിസിസം വന്നത് അങ്ങനെ ഇൻ ഓപ്പോസിഷൻ ടു സംതിങ് ആണ്. അവരുടെ ബേസിക്, നമുക്ക് ഒരു കാര്യം പറയുന്നതിന് മുമ്പ് നമ്മൾ പറയത്തില്ല കൂടുതൽ സാറൊന്നും പറയണ്ട. ഇത് നമ്മൾ ലിറ്ററേച്ചർ സ്റ്റുഡൻസ് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പാടെന്താണ്? പീപ്പിൾ ഔട്ട്സൈഡ് ബിലീവ് ദറ്റ് വി നോ എവറിത്തിങ്. ലിറ്ററേച്ചർ സ്റ്റുഡൻസിന് എല്ലാം അറിയാം. നമ്മളൊരു ബസ് യാത്ര ചെയ്ത് അടുത്തിരിക്കുന്ന ആള് നമ്മൾ ലിറ്ററേച്ചർ സ്റ്റുഡൻ്റ് ആണെന്ന് കണ്ട ഈ നാട്ടിലുള്ള മുഴുവൻ കാര്യങ്ങളും ചോദിക്കും. നമുക്ക് സീറ്റൊന്ന് മാറിയിരിക്കണമെന്നുണ്ട്, പക്ഷെ വേറെ സീറ്റില്ല. ഒരു കെമിസ്ട്രിക്കാരൻ്റെ അടുത്ത് അങ്ങനൊന്നും ചോദിക്കത്തില്ല, പക്ഷെ നമ്മൾ എടുത്ത് ചോദിക്കും. അപ്പൊ നിങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ജസ്റ്റ് ഇമാജിൻ someone who knows a little bit of literature comes and sits near you and asks, ഈ തിയറി ഒക്കെ പഠിക്കുന്നുണ്ടല്ലേ, അതുകൊണ്ട് ഒരു സാധനം ഉണ്ടല്ലോ ന്യൂ ക്രിറ്റിസിസം, എന്താ അത്? അപ്പം നമുക്ക് കൂടുതൽ പരത്തി ഒരു ക്ലാസ് എടുക്കാനൊന്നും പറ്റത്തില്ല. നമ്മൾ എന്ത് പറയും? എളുപ്പത്തിൽ പറയും. ഇൻ ന്യൂ ഹിസ്റ്റോറിസിസം dates are not, history is not fixed. History is a text. ചരിത്രത്തിൽ ഡേറ്റുകൾ പ്രധാനമല്ല. ഹിസ്റ്ററി ചലിക്കാത്ത റിജിഡ് ഡോഗ്മാറ്റിക് സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു സാധനമല്ല. പിന്നെയോ ചരിത്രം ഒരു പാഠമാണ്, ഒരു ടെക്സ്റ്റാണ്. അതിനെ അങ്ങനെ വേണം പഠിക്കാൻ. I'll give you an Indian example. There's a very famous historian in India called Kosambi. Kosambi has a study of the Mahabharata. അപ്പോൾ മഹാഭാരത പറ്റി പറയുമ്പോൾ അദ്ദേഹം he speaks about the കുരുക്ഷേത്ര war. എന്നിട്ട് ആ കുരുക്ഷേത്ര വാറിനെ അദ്ദേഹം ഒരു ടെക്സ്റ്റ് ആയിട്ട് എടുത്തിട്ട് പഠിക്കുകയാണ്. അപ്പൊ അദ്ദേഹം പറയുന്നു എന്താണ്, ഈ കുരുക്ഷേത്ര വാർ ഇങ്ങനെ ഈ പറയുന്ന ഡൈമെൻഷനിൽ നടക്കാൻ സാധ്യതയില്ല. ബിക്കോസ് അതിൽ പറയുന്ന ആർമിയുടെ വലിപ്പം ഒരു കാലത്തും ആ കാലത്ത് ഇന്ത്യൻ പോപ്പുലേഷന് ചേർന്നതല്ല. 2, അതിൽ പറയുന്ന അക്ഷൗണിപ്പട, അത്തരം പടകള്, കുതിരകളുടെ എണ്ണം, ആനകളുടെ എണ്ണം ഒന്നും അന്ന് ഇന്ത്യക്ക് അത്രയും ഇല്ല. അതിൽ പറയുന്ന പല സ്വർണ്ണ നാണയങ്ങളും ആ കാലത്തെ അല്ല. അങ്ങനെ ഹി ഗോസ് ഓൺ. അപ്പൊ എന്തോ അദ്ദേഹത്തിനെ സംബന്ധിച്ചത് മഹാഭാരതത്തിന്റെ ഡേറ്റ് ഇതൊന്നും പ്രധാനമല്ല. ഹി സ്റ്റഡീസ് ദ കുരുക്ഷേത്ര വാർ ആസ് എ ടെക്സ്റ്റ്. അതൊരു ന്യൂ ഹിസ്റ്റോറിസിസ്റ്റ് അപ്രോച്ച് ആണെന്ന് പറയാം. സോ നമ്മുടെ സൈഡിൽ ഇരിക്കുന്നവരോട് നമ്മൾ പറയുന്നത് എന്താണ്, കൂടുതലൊന്നും എനിക്ക് പറയാൻ സമയമില്ല, എൻ്റെ ബസ് ഇപ്പം കൊട്ടാരക്കര എത്തും. അതുകൊണ്ട് ന്യൂ ഹിസ്റ്റോറിസം dates are not important, history is not fixed, and history the text. So you can argue that new historicism is a revival of interest in the study of literary works within their historical and political context. It is a renewed or new interest in the study of literary works. എന്ത് കോണ്ടെക്സ്റ്റ്, നമ്മൾ ചായയൊക്കെ കൊണ്ടുവെക്കുന്ന ഈ എന്താണ് പറയുന്നത്, ഒരു പാത്രത്തിനകത്തൊക്കെ ഇങ്ങനെ ചായ കൊണ്ട് കൊടുക്കും, ലഡ്ഡു കൊണ്ട് കൊടുക്കുമല്ലോ നമ്മള്. അതുപോലെ ഹിസ്റ്റോറിക്കൽ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിൽ അല്ലെങ്കിൽ താലം, ഹിസ്റ്റോറിക്കൽ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് ആവുന്ന താലത്തിൽ വെച്ച് ഒരു ലിറ്റററി വർക്കിനെ പഠിക്കുന്നതാണ് ന്യൂ ഹിസ്റ്റോറിസം. So studying literary works within their historical and political context. And these
New critics, new historicists, they don't like new criticism. They don't like myth criticism. They don't like deconstruction. കാരണം എന്താ? These schools of literary theory are all ahistorical. Ahistorical. That means they don't give importance to history. Apolitical എന്ന് കിട്ടും. Apolitical. രാഷ്ട്രീയമില്ലാത്ത അവസ്ഥ. അരാഷ്ട്രീയവാദം. അപ്പം അരാഷ്ട്രീയവാദം എന്ന് പറഞ്ഞാൽ അചരിത്രവാദം. Historical. And I told you earlier, cultural materialism was created by Raymond Williams. And through that theory, he argued that at any particular period, different cultural forces are in play, and the dominant forces not in total control, or they cannot get total control because reactionary and progressive forces are resisting, questioning, and opposing. അപ്പം ഒരു സ്പെസിഫിക് പീരീഡിൽ പല സാംസ്കാരിക പ്രവർത്തനങ്ങളും നടക്കും. നമ്മൾ ഇന്നലെ കണ്ടുവിട്ട് അതിൽ ഡോമിനന്റ് ഫോഴ്സിന്, അധികാരവർഗത്തിന് വലിയ റോളുണ്ട്. പക്ഷെ കംപ്ലീറ്റ് റോള് കിട്ടത്തില്ല. കാരണം എന്താ? പലതരം പുരോഗമനപരവും റിഗ്രസീവ്, അധോഗമനപരവുമായ പല ഫോഴ്സസും പ്രവർത്തിക്കുന്നതിനാൽ there is no complete control. These new historians ചെയ്തത്, they started focusing more on the form of a work, form, രൂപം, and textuality. ഇതിന്റെ പാഠസ്വഭാവം. What is it that makes it a text? അല്ല, what is inside the text എന്നല്ല, അത് കണ്ടന്റ് ആണ്, തീമാറ്റിക് ആണ്. അതല്ല ഇവർക്ക് താല്പര്യം. പിന്നെ ഫോം, രൂപം. എന്താണ് ഈ കൃതിയുടെ രൂപം? ഹൗ ഡിഡ് ഇറ്റ് ഗെറ്റ് ഇറ്റ് ഫോം? വാട്ട് ഇസ് ദ ഫോം? വാട്ട് ഇസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദ ഫോം? ഇതാണ്. സോ ഫോക്കസ് ഓൺ ഫോം ആൻഡ് ടെക്സ്റ്റുവാലിറ്റി. മൺറോസ് എന്ന് പറയും, MONTROSE, മൺറോസ് എന്ന് പറയുന്ന ഹിസ്റ്റോറിസിസ്റ്റ്, ന്യൂ ഹിസ്റ്റോറിസ്റ്റ് ക്രിട്ടിക്, അദ്ദേഹത്തിന്റെ ഒരു ബ്യൂട്ടിഫുൾ ലൈൻ ഉണ്ട്. അത് അദ്ദേഹത്തിന്റെ ഞാൻ വായിക്കാം. അദ്ദേഹം പറഞ്ഞു, ന്യൂ ഹിസ്റ്റോറിസിസം is a reciprocal concern. പേടിക്കേണ്ട, ഈ വാക്കൊന്നും കേട്ടത്. ന്യൂ ഹിസ്റ്റോറിസിസം is a reciprocal concern with the historicity of texts and the textuality of history. ലളിതമാക്കി തരാം. ന്യൂ ഹിസ്റ്റോറിസം എന്ന് പറഞ്ഞാൽ പരസ്പര പൂരകമായ ഒരു ബന്ധത്തിനെ വിശേഷിപ്പിക്കുന്ന തിയറിയാണ്. റെസിപ്രോക്കലാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും. എങ്ങനെ? They focus on the historicity of text. ടെക്സ്റ്റുകളുടെ ഹിസ്റ്റോറിസിറ്റി, ചരിത്രത്തിൽ അവർ ശ്രദ്ധിക്കും. പിന്നോ ആൻഡ് ദ ടെക്സ്റ്റുവാലിറ്റി ഓഫ് ഹിസ്റ്ററി. അത് കൂടാതെ ഹിസ്റ്ററിയെ ഒരു ടെക്സ്റ്റായിട്ടും അവർ പഠിക്കും. അപ്പം റെസിപ്രോക്കൽ, അങ്ങോട്ടും ഇങ്ങോട്ടും. മൺറോസിന്റെ ഐഡിയ, ഇറ്റ്സ് എ വണ്ടർഫുൾ ഐഡിയ. പരീക്ഷകൾക്ക് സാധാരണ നമ്മൾ ഈ നെറ്റ് പരീക്ഷയ്ക്കൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഈ കൊട്ടേഷൻ തന്നിട്ട് ഒന്നുകിൽ ആരാണ് ഇതിന്റെ കോട്ട്, അല്ലെങ്കിൽ ഏത് തിയറിയുടെ ഒരു സ്കൂളിൽ നിന്നാണ് ഇത് വരുന്നതെന്ന് ചോദിക്കാറ്. So new historicism is a reciprocal concern or relationship with the history of texts, historicity of text and the textuality of history. ഇവർ ചെയ്യുന്ന ഒരു പ്രധാന കാര്യം എന്താണ്? They oppose privileging of literary text over others. Privileging, importance. അവർ ശക്തമായിട്ട് എതിർക്കുന്നു. എന്താണ്? ഇന്നത്തെ ഒരു പ്രത്യേകത, critics and theorists and writers, they always privilege. ഒരു ശ്രേണി ബന്ധത്തിൽ, ഹൈറാർക്കിയിൽ എപ്പോഴും സാഹിത്യ കൃതിക്ക് വലിയ പ്രാധാന്യം കൊടുക്കും. അതിനെ പ്രിവിലേജ് ചെയ്യും. പക്ഷെ ന്യൂ ഹിസ്റ്റോറിസ്റ്റ് പറയുന്നത് അത് ശരിയല്ല. അങ്ങനെ ഒരു പ്രിവിലേജിങ്ങിന്റെ ആവശ്യമേ ഇല്ല. കാരണം എന്താ?
You have to place every literary text within a modern political context. എല്ലാ ടെക്സ്റ്റുകളും ഒരു കാലത്ത് എഴുതപ്പെടുന്ന ഹിസ്റ്ററി ടെക്സ്റ്റ് ഉണ്ടാവാം, നോവൽ ഉണ്ടാവാം, പോയം ഉണ്ടാവാം, ഫിലോസഫി ഉണ്ടാവാം, എത്തിക്സ് ഉണ്ടാവാം, റെറ്ററിക് പലതും കാണും. ഇതിനെയെല്ലാം നമുക്ക് മോഡേൺ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിൽ കാണാൻ കഴിയാം. ന്യൂ ഹിസ്റ്റോറി നേരത്തെ ഞാൻ കൊസാംബിയുടെ കാര്യം പറഞ്ഞു. കൊസാംബി ഫൈൻ എക്സാമ്പിൾ ഓഫ് ന്യൂ ഹിസ്റ്റോറിസിസ്റ്റ് റീഡിംഗ്. അപ്പം ന്യൂ ഹിസ്റ്റോറിസത്തിന്റെ പ്രധാന വാദങ്ങളിൽ ഒന്നെന്താണ്? യു ഷുഡ് ബി ഏബിൾ ടു റീഡ് ഡിസിഡൻസ് ഇൻ ടു ടെക്സ്റ്റ്. DISSIDENC, ഡിസിഡൻസ്. നിങ്ങൾ ഓരോ പാഠത്തിനെ സമീപിക്കുമ്പോഴും ഓരോ ടെക്സ്റ്റിനെ സമീപിക്കുമ്പോഴും അതിലേക്ക് എതിർപ്പും ചോദ്യങ്ങളും ഓപ്പോസിഷനും അതിലേക്ക് വായിച്ച് കയറ്റണം. ഡിസിഡൻസ്, ചോദ്യം ചെയ്യൽ. ഒരു ടെക്സ്റ്റ് അപ്പടി അങ്ങ് വിഴുങ്ങരുത്. ഇപ്പം കടുകയറുകാൻ തോന്നരുത്. ഉദാഹരണത്തിന് ഷേക്സ്പിയറിന്റെ ഗ്ലോബ് തിയേറ്റർ. കുഞ്ഞുങ്ങളെ ക്ലിയർ ആവുന്നുണ്ടോ? കുഴപ്പമുണ്ടോ? ഞാൻ പറയുന്ന ക്ലാരിറ്റി ഉണ്ടോ? സ്പീഡ് ഉണ്ടോ? ആരെങ്കിലും ഒന്ന് രണ്ട് പേരൊന്ന് റെസ്പോണ്ട് ചെയ്യാമോ? Am I making any sense? Is it okay? Should I make some change? Okay, Chitralekha. Okay, Harishma. Okay, thank you. The example of the Globe Theatre. Now, everybody knows that Shakespeare's plays were performed in the Globe Theatre. In the Globe Theatre, the drama started at 2 in the afternoon because there was no electricity then. പന്തങ്ങളും ഒക്കെ വെച്ച് ഇതൊക്കെ അറിയാം. അപ്പൊ നമ്മുടെ മനസ്സിലൊക്കെ ഈ ഗ്ലോബ് തിയേറ്റർ ഒരു സുന്ദരമായ സ്ഥലമാണ്. പക്ഷെ ചില ചരിത്രകാരന്മാര് ഈ ഗ്ലോബ് തിയേറ്ററിന്റെ പരിസരത്തിനെ പറ്റി ചില പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അവർ പറയുന്നു, ചില ദിവസങ്ങളിൽ നാടകം നടക്കുമ്പോൾ ചില ശിരസ് വെട്ടി കമ്പുകളിൽ ഇങ്ങനെ കുത്തി നാടകശാലയുടെ പരിസരത്ത് വെച്ചേക്കും. ചില ആൾക്കാരുടെ, വിപ്ലവകാരികളുടെ ആയിരിക്കാം, വഴക്കാളികളുടെ ആയിരിക്കാം, റൗഡീസിന്റെ ആയിരിക്കാം, തഗ്സിന്റെ ആയിരിക്കാം, ഇങ്ങനെ വെച്ചേക്കും. അപ്പൊ ഈ നാടകം നടക്കുമ്പം ഇത് അഴുകി പഴകി തുടങ്ങുമ്പോൾ ഒരു വാട കാറ്റത്തടിച്ച് തിയേറ്ററിലേക്ക് വരും. നമ്മൾ പലതും കേട്ടിട്ടില്ലാത്ത ഒരു സാധനമാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അവിടെ ഏകാധിപത്യം ഉണ്ടായിരുന്നു. രാജ്ഞിക്ക് ചോദ്യം ചെയ്യുന്നവരെ ഈ അവസ്ഥയിലാക്കും. അത് നേരിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ ഈ കാഴ്ചയും ഈ ഗന്ധവും നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും. കണ്ടോ? ഇതിനാണ് റീഡിങ് ഡിസിഡൻസ് ഇൻ ടു ടെക്സ്റ്റ്. അപ്പൊ ഷേക്സ്പിയർ നാടകവേദിയിലേക്ക് ഒരു എതിർ ശബ്ദം കേൾപ്പിക്കുകയാണ്. ഞാനിത് വായിച്ച് മനസ്സിലാക്കുന്നവരെ എനിക്ക് ഷേക്സ്പിയർ എന്റെ സ്വപ്നമായിരുന്നു. എന്തെങ്കിലും ഒരു പാസ്പോർട്ടും ഒക്കെ എടുത്ത് ഒരു വിസയൊക്കെ സംഘടിച്ച് 2 സ്ഥലത്തിൽ പോകണമെന്ന് ആഗ്രഹം. ഒന്ന് ഇംഗ്ലണ്ടിൽ പോയിട്ട് ഷേക്സ്പിയർ നാടകങ്ങൾ നേരിട്ട് കാണണം. 2 ഫ്രാൻസിൽ പോയാൽ ലൂവർ മ്യൂസിയം കാണണം. ലോകത്തിലെ ഏറ്റവും 10-14 മണിക്കൂർ വേണം അത്ര കണ്ടുപോകാൻ, സ്പീഡിൽ പോയാൽ. ആഗ്രഹം. പക്ഷെ ഇപ്പൊ എനിക്ക് ആഗ്രഹമില്ല. കാരണം ഈ ഡിസിഡൻസ് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അത് ഏകാധിപത്യ പ്രവണതയാണ്, കുഴപ്പമാണ് എന്ന് മനസ്സിലായി. ഇതിനെയാണ് നമ്മൾ റീഡിങ് ഡിസിഡൻസ് ഇൻ ടു ടെക്സ്റ്റ്. സ്റ്റീഫൻ ഗ്രീൻബ്ലാറ്റ്, GREENBL, സ്റ്റീഫൻ ഗ്രീൻബ്ലാറ്റ്, അദ്ദേഹത്തിന്റെ ഒരു ലേഖനമുണ്ട്, ഇൻവിസിബിൾ ബുള്ളറ്റ്സ്, അദൃശ്യമായ വെടിയുണ്ടകൾ. അതിൽ അദ്ദേഹം പറയുന്നു, ന്യൂ ഹിസ്റ്റോറിസത്തിന്റെ തിയറിസ്റ്റ്, അതുകൊണ്ടാണ് അവരെ സ്പർശിച്ചു പോകുന്നത്. അദ്ദേഹം പറയുന്നു, ലിറ്റററി ടെക്സ്റ്റ് സംടൈംസ് മേ സെൻഡ് ഔട്ട് സബ്വേഴ്സീവ് ഐഡിയസ്, തകിടം മറിക്കുന്ന ആശയങ്ങൾ ചില ലിറ്റററി ടെക്സ്റ്റുകൾ പുറത്തുവിടും. അപ്പൊ എന്ത് ചെയ്യുന്നു? The dominant culture tolerates such ideas and incorporates it because it allows for a harmless outlet for opposition the dominant discourses.
എന്നാ സങ്കീർണമായ ഒരു ഐഡിയ ആണെന്ന് പറഞ്ഞു. നോക്കി എന്താ പറയുന്നത്, പല സാഹിത്യ കൃതികളും ചിലപ്പം അവരുടെ കൃതികളിൽ ചില എതിർപ്പുകൾ, ചോദ്യം ചെയ്യലുകൾ, വിപ്ലവാശയങ്ങളൊക്കെ ഒളിപ്പിച്ചു വെക്കും. സംടൈംസ് ദീസ് ഐഡിയാസ് മേ കം ഔട്ട്. അപ്പൊ ഇതാർക്കും ഇഷ്ടപ്പെടത്തില്ല. ദ ഡോമിനന്റ് കൾച്ചർ, അവിടെ നിൽക്കുന്ന ഡോമിനന്റ്, ഏറ്റവും ഹയസ്റ്റ് ലെവലിൽ നിൽക്കുന്ന കൾച്ചർ ചിലപ്പോൾ അപ്പർ ക്ലാസ് കൾച്ചർ ആയിരിക്കും. അവർക്കത് ഇഷ്ടപ്പെടത്തില്ല. പക്ഷേ എന്താണ്, നമ്മൾ ക്ലാസ്സിലൊക്കെ ചെയ്യുന്നോട്ട്, ക്ലാസ്സിൽ വഴക്കാളിയായ ഒരു കുട്ടിയുണ്ട്, അധ്യാപകൻ കുഴഞ്ഞു, എന്ത് ചെയ്യണമെന്നറിയത്തില്ല. അപ്പം ചിലപ്പം അവനെ ഇറക്കി വിട്ടു, ഗെറ്റ് ഔട്ട് അടിച്ചു, പേരൻസിനെ വിളിച്ചുകൊണ്ട് പോകാൻ പറഞ്ഞു, ഒക്കെ ചെയ്താൽ ചിലപ്പം കൂടുതൽ വയലന്റ് ആവും. ഇപ്പം ഞാൻ ഒരു പേഴ്സണൽ കാര്യം പറഞ്ഞു, ഞാൻ when I joined as a lecturer way back, many years back, ഞാൻ പോകുന്ന കോളേജ് അവിടെ ഈ വോളിബോൾ ടീമിന്റെ സ്പോർട്സ് കോളേജുമാണ്. അപ്പൊ ക്ലാസ്സിൽ പ്രീ ഡിഗ്രി ക്ലാസ്സിലൊക്കെ എന്ന് പറഞ്ഞാൽ 6 അടി പൊക്കമുള്ളവരൊക്കെ ആയിരിക്കുന്നു. സ്പോർട്സ് കോളേജും കൂടെ ഉണ്ട്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ക്ലാസ്സിൽ പോയ സമയത്ത് എൻ്റെ സീനിയേഴ്സ് എന്നോട് പറഞ്ഞു, ആ ക്ലാസ് വലിയ കുഴപ്പമാണ്, ചില ടീച്ചർമാർ കരഞ്ഞിട്ടാണ് പുറത്തേക്ക് ഇറങ്ങി വന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ഈ ദയനീയ ശരീരവും ഒക്കെ ആയിട്ട് ഞാൻ ഒന്ന് ഭയപ്പെട്ടു. ട്യൂട്ടോറിയലിൽ പോലും പഠിപ്പിച്ച് പരിചയമില്ല. ഞാൻ ക്ലാസ്സിൽ പോയപ്പം ശരിയാ, ബാക്ക് ബെഞ്ചിലെല്ലാം നിറഞ്ഞിരിക്കുക. എന്നെ കണ്ടപ്പോൾ ഒരു പരിഹാസം. അവരന്യോന്യം കളിക്കുന്നു, ചിരിക്കുന്നു, നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല. മനസ്സിൽ കൂടെ എന്ത് ചെയ്യും, ഒരു മാർഗവും. ചിലപ്പോൾ ഗെറ്റ് ഔട്ട് അല്ലെങ്കിൽ ലീവ് ദ ക്ലാസ് എന്ന് പറഞ്ഞാൽ യു ലീവ് ദ ക്ലാസ് എന്ന് തിരിച്ചു പറഞ്ഞാലോ. ഞാൻ ഒന്നും ചെയ്തില്ല. ഞാൻ പതുക്കെ നടന്ന് പുറയിലത്തെ ബെഞ്ചിന്റെ അവിടെ ചെന്നിട്ട് ശബ്ദം താഴ്ത്തി ഒരു കാര്യം പറഞ്ഞു. ഒരു 5 മിനിറ്റിനകം ആ ഭാഗം മൊത്തം ക്ലിയറായി, സൈലന്റ് ആയിട്ട് ക്ലാസ് നോർമലായി. ക്ലാസ് എല്ലാം കഴിഞ്ഞപ്പം ഇതിൽ 2 കുട്ടികളുടെ ഡിപ്പാർട്ട്മെന്റിൽ വന്ന് എൻ്റെ അടുത്ത് സോറി, നീ ഇങ്ങനെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഞാൻ ഈ ന്യൂ ഹിസ്റ്റോറിസത്തിലെ ഒരു തന്ത്രം പോലെ പറ്റി ഞാൻ ഇത്രയെന്ന് പറഞ്ഞുള്ളൂ അവരടുത്ത്. ഞാൻ ചെന്ന് പറഞ്ഞു, നിങ്ങൾ എത്ര ബഹളം വെച്ച് എന്നെ ഇറിറ്റേറ്റ് ചെയ്യാനും പ്രൊവോക്ക് ചെയ്യാൻ നോക്കിയാലും യാതൊരു പ്രയോജനമില്ല. കാരണം കഴിഞ്ഞ വർഷം എനിക്കൊരു ഓപ്പറേഷൻ നടത്തി ഈ ദേഷ്യം വരുന്ന ഗ്ലാൻഡ് എടുത്തങ്ങ് കളഞ്ഞു. അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. ഇത്രയും പറഞ്ഞുള്ളൂ. അപ്പൊ ഞാൻ തന്ത്രപരമായിട്ട് അവരുടെ എതിർപ്പിനെ മയപ്പെടുത്തി സ്വാംശീകരിച്ച് ഉൾക്കൊണ്ട് അതിനെ ഡോമിനന്റ് ഡിസ്കോഴ്സിന്റെ അല്ലെങ്കിൽ ഡോമിനന്റ് ക്ലാസ്സിൽ ഡോമിനന്റ് അധ്യാപനമാണല്ലോ, ഡോമിനന്റ് ഡിസ്കോഴ്സിന്റെ ഭാഗമാക്കി ഞാൻ ഒരു തന്ത്രമാണ്. സംടൈംസ് ഗ്രീൻ ബ്ലാറ്റ് പറഞ്ഞ എന്താ, അതിനാണ് ഇൻവിസിബിൾ ബുള്ളറ്റ്സ് എന്ന് അദ്ദേഹം പറയുന്നത്. അദൃശ്യമായ ബുള്ളറ്റുകളാണ്. അല്ല ഞാൻ കിടന്ന് ബഹളം വെച്ച് ഗെറ്റ് ഔട്ട് ഫ്രം മൈ ക്ലാസ്, ഹു ആർ യു ടു സിറ്റ് ഇൻ മൈ ക്ലാസ്, ഐ കനോട്ട് ടീച്ച്, ബി സൈലന്റ്, ഹു ദ ഹെൽ ഡു യു തിങ്ക് യു ആർ, യു മേ ബി 6 feet tall but I don't care, go and bring your father, bring your mother. ഇതൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഞാനിപ്പോൾ ആലോചിച്ചിട്ട് എനിക്ക് പേടിയാവും. ചിലപ്പോൾ അവരെന്നെ വോളിബോളിലെ ഒരു സ്മാഷ് പോലെ സ്മാഷ് ചെയ്തേനെ, എൻ്റെ ഉള്ള നീളവും കൂടെ കുറഞ്ഞേനെ. So that's it. So sometimes literary texts may send out subversive ideas, questionable ideas, problematic ideas. The dominant culture tolerates such ideas and incorporates. Tolerate ചെയ്തിട്ട് അതിനെ ഉൾക്കൊള്ളും. എന്തിന്? Because it allows for a harmless outlet for opposition to the dominant discourses. കണ്ടോ, ഈ ഡോമിനന്റ് ഡിസ്കോഴ്സസിനെതിരെയുള്ള പ്രവർത്തനങ്ങളെ മയപ്പെടുത്താൻ ഇത് സഹകരിക്കും. എങ്ങനെ? നീ എന്നെ ഒരു തെറി പറഞ്ഞു, ഞാൻ അതൊരു ഇൻവിസിബിൾ ബുള്ളറ്റായിട്ട്, ഒരു മധുരമുട്ടായിട്ട് ഞാൻ അത് സ്വീകരിച്ചു, പ്രശ്നം തീർന്നു. അപ്പൊ എനിക്കെതിരെ വരാൻ, ഡോമിനന്റ് ഡിസ്കോഴ്സിനെതിരെ വരാൻ സാധ്യതയുള്ള വമ്പൻ എതിർപ്പുകളെ മയപ്പെടുത്താൻ എൻ്റെ ഉൾക്കൊള്ളൽ സഹായിക്കും. ഇങ്ങനെ എടുക്കാതിരിക്കുമ്പോഴാണ്
വിപ്ലവങ്ങൾ ഉണ്ടാവുന്നു, റെവല്യൂഷൻസ് ഉണ്ടാവുന്നു. ഇപ്പൊ നമ്മുടെ ഈജിപ്തിലും പാലസ്തീനിലും സിറിയയിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ കണ്ടില്ല, എവറി ഡേ യു എ ബോംബിംഗ്. പക്ഷെ കുറച്ച് റെസിസ്റ്റൻസ് ഉൾക്കൊള്ളാൻ തയ്യാറാണെങ്കിൽ പ്രശ്നമില്ല. ഇപ്പൊ തന്നെ യു ഓൾ നോ, കുട്ടികളെന്ന രീതിയിൽ എക്സാമ്പിൾസ് പറയുമ്പോൾ ചില കുട്ടികൾ എന്നോട് പറഞ്ഞ അങ്ങനെയാണ്, സാറ് ക്ലാസ്സിൽ സ്ഥിരം ജീവിതത്തിൽ നിന്ന് എക്സാമ്പിൾസ് പറയുന്നുണ്ട്, അത് പറയാത്തതുകൊണ്ട് ശരിയാവുന്നില്ല. എനിക്കറിയാം, പറഞ്ഞാൽ നമ്മുടെ പഠിപ്പിലെങ്ങും എത്തത്തില്ല, എങ്കിലും ഞാൻ പറയാം. കോളേജിൽ എലക്ഷൻസ് വേണ്ട, രാഷ്ട്രീയം വേണ്ട എന്ന് ആദ്യം തീരുമാനിച്ചു. പിന്നെ ലിംഗോ കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കമ്മിറ്റി ഉണ്ടാക്കി. അപ്പൊ അവര് പറഞ്ഞു എലക്ഷൻ നടത്താം, എങ്ങനെ, ഐദർ പാർലമെന്ററി ഓർ പ്രസിഡൻഷ്യൽ. അപ്പൊ കോളേജിൽ അത് തീരുമാനിക്കാം. പിന്നെ ഇതിൽ മത്സരിക്കാൻ പറ്റുന്ന ആർക്കാണ്? 75% അറ്റൻഡൻസ് ഉള്ളവർക്ക്, അതുവരെ നടന്ന ഒരു പരീക്ഷയിലും തോൽക്കാത്തവർക്ക്, കോണ്ടക്ട് ഉള്ളവർക്ക്, ഇങ്ങനെ കുറെ സാധനങ്ങൾ വെച്ചു. അപ്പൊ സംഭവിച്ചെന്താ? എലക്ഷൻ നടക്കത്തില്ല എന്നുള്ള സ്റ്റേറ്റ്മെന്റിന്റെ മാറ്റത്തിലേക്ക് വന്നു. അപ്പൊ എലക്ഷൻ നടക്കും, പക്ഷേ ഡോമിനന്റ് ഡിസ്കോഴ്സ് ആയ അധികാരികൾക്ക് ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനും പറ്റി. അതുകൊണ്ട് ക്യാമ്പസ് ഒരുമാതിരിയൊക്കെ രക്ഷപ്പെട്ടു. കണ്ടോ? അപ്പം ലിറ്റററി ടെക്സ്റ്റുകളും ഇങ്ങനെയാണ്. ഇൻവിസിബിൾ ബുള്ളറ്റ്സ് ചിലപ്പോൾ ഇങ്ങനെ വരും, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയി മാറുകയും ചെയ്യും. അപ്പം അതിനെയും കൂടെ വിക്കി പറഞ്ഞാൽ, വളരെ നാടൻ ഭാഷയെ പറഞ്ഞാൽ, നിങ്ങൾ പറയും സാറി കൂടുതലൊന്നും പറയണ്ട, നാടൻ ഭാഷയെ പറഞ്ഞാൽ വീട്ടിൽ അച്ഛനും അമ്മയും ഡോമിനന്റ് ഡിസ്കോഴ്സ് ആണ്, മക്കൾ ഒരു ലിറ്റററി ടെക്സ്റ്റ് ആണെങ്കിൽ ചിലപ്പം മക്കള് ചില സബ്വേഴ്സീവ് ഐഡിയാസ്, ചോദ്യം ചെയ്യുന്ന ഐഡിയാസ്, ഇൻവിസിബിൾ ബുള്ളറ്റ്സ് ഒക്കെ പായിക്കും. ഇത് പായിക്കുമ്പോൾ എപ്പോഴും അച്ഛനും അമ്മയും ഒക്കെ ബഹളം വെച്ച് കുട്ടികളെ ഫയർ ചെയ്യാതെ അതിനെ ഉൾക്കൊണ്ടിട്ട് ഇരുന്നാൽ കുഴപ്പമില്ല, കാര്യങ്ങൾ മുന്നോട്ട് പോകും. അതല്ല ഓരോന്നിനും വഴക്കും തറുതലയുമാണ് പറയുന്നതെങ്കിൽ ആ വീട്ടിൽ ശാന്തിയും സമാധാനവും ഉണ്ടാവില്ല. അപ്പം ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സബ്വേഴ്സീവ് ഐഡിയാസിനെ, എന്നാൽ ഈ ഐഡിയ ചില വിമർശകർ കുറ്റം പറയുന്നുണ്ട്. ദർ ആർ സം ക്രിറ്റിക്സ് ഹു ബിലീവ് ദറ്റ് ഇതൊരു തന്ത്രമാണ്. ഒരുത്തൻ നമ്മളെ ഇടിക്കാൻ വരുന്നുണ്ടെങ്കിൽ അവനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് അവന്റെ തലയൊക്കെ തടയി അവനെ സംസാരിക്കുക. എനിക്കൊരു കാര്യം പറയാം, നീ ഒന്നും പറയണ്ട, തോളിലോട്ട് കടന്നു, ഇന്ന് പറയുന്നതിന് തുല്യമാണ് എന്ന് പറയുന്നവരും ഉണ്ട്. വേറൊരു ചിന്തകൻ ആലൻ സിൻഫീൽഡ്, ഇവരെയൊക്കെ നിങ്ങൾ ന്യൂസ് ടൂറിസം കൂടുതൽ പഠിക്കുന്ന കാലത്ത് കണ്ടുമുട്ടും. ആലൻ സിൻഫീൽഡ് അദ്ദേഹം ഇതിനെ ചോദ്യം ചെയ്തു. അദ്ദേഹം പറഞ്ഞു എന്താണ്, ഇത്തരം ടെക്സ്റ്റുകൾക്ക് ടെക്സ്റ്റ് കൻ ഓവർകം സച്ച് കണ്ടെയ്ൻമെന്റ് ഓർ കൺട്രോൾസ് ഓർ റിപ്രഷൻ. ടെക്സ്റ്റുകൾക്ക് ഇത്തരം ഒതുക്കലുകളെ ചോദ്യം ചെയ്യാനുള്ള കഴിവ് ഉണ്ട്. ആൻഡ് ദസ് they will get the capacity to challenge dominant discourses. അങ്ങനെ ഡോമിനന്റ് ഡിസ്കോഴ്സിനെ ചോദ്യം ചെയ്യാനുള്ള കഴിവ് ചില ടെക്സ്റ്റുകൾക്കുണ്ട്, പാഠങ്ങൾക്കുണ്ട് എന്ന് ആലൻ സിൻഫീൽഡ്. അങ്ങനെ ഒതുക്കാനൊന്നും പറ്റത്തില്ല. യു കനോട്ട് കണ്ടെയ്ൻ, യു കനോട്ട് കൺട്രോൾ, യു കനോട്ട് റിപ്രസ്, യു കനോട്ട് സ്റ്റോപ്പ്, യു കനോട്ട് ബൈപാസ്. കാരണം ചില ടെക്സ്റ്റുകൾക്ക് ആ ഒരു സ്വഭാവം ഉണ്ട്. അപ്പം നിങ്ങളെല്ലാം കേട്ടുള്ള ഒരു പേരായിരിക്കും ഷേക്സ്പിയർ പഠിച്ചപ്പം EMW ടില്യാർഡ്, TILLIYARD, ടില്യാർഡും ഡോവർ വിൽസൺ, രണ്ട് ഫേമസ് ഷേക്സ്പിയറിയൻ ക്രിറ്റിക്സ് ആണ്. അപ്പൊ അവരുടെ വാദം, അവരുടെ ഫേമസ് ബുക്സ് ആണ് ഓൺ ഷേക്സ്പിയർസ് ഹിസ്റ്ററി പ്ലേസ്. ഷേക്സ്പിയർ wrote different types of history plays. One is Roman history plays, other is the English history plays, and the third is based on legends, myths, etc. മൂന്ന് തരം ചരിത്ര പുസ്തകങ്ങൾ അദ്ദേഹം എഴുതി. ആദ്യം പറഞ്ഞ ഭാഗത്തിലേക്ക് ആന്റണിയും ക്ലിയോപാട്ര വരും. രണ്ടാമത് വരുന്നതിനകത്ത് ഹെൻറി IV പാർട്ട് 1 വരും. വേറൊരെണ്ണം വരുന്നതിനകത്ത് നമ്മുടെ ഹാംലെറ്റ് പോലത്തെ മിത്തിൽ നിന്നൊക്കെ വരുന്ന സാധനങ്ങൾ വരും. That's it. These two writers, Dover Wilson and EMW Tilliard,
wrote exhaustive essays on Shakespeare's history. അപ്പം ആലൻ സിൻഫീൽഡും ജൊനാത്തൻ ഡോളിമോർ, DOLLIMOR, ഇവർ പറയുന്നത്, അവരുടെ ഒരു പുസ്തകം തന്നെയുണ്ട്. ഇറ്റ് ഇസ് കോൾഡ് പൊളിറ്റിക്കൽ ഷേക്സ്പിയർ. പൊളിറ്റിക്കൽ ഷേക്സ്പിയർ 1985 ആണെന്ന് തോന്നുന്നു. അവർ പറയുന്നത് ഹിസ്റ്ററി ഈസ് നോട്ട് എ ഡെവലപ്പിംഗ് ടോട്ടാലിറ്റി. ഹിസ്റ്ററി ഒരു ഡെവലപ്പിംഗ്, വളരുന്ന, പരിണമിക്കുന്ന ഒരു പൂർണ്ണതയല്ല, ഒരു ടോട്ടാലിറ്റി അല്ല. കാരണം ഹിസ്റ്ററിയില് ബ്രേക്സ് ഉണ്ട്, റപ്ചേഴ്സ് ഉണ്ട്, കൺവൽഷൻസ് ഉണ്ട്, റെവല്യൂഷൻസ് ഉണ്ട്, ഇതൊക്കെയുണ്ട്. അല്ലാതെ ഇങ്ങനെ ആദ്യ മധ്യാന്തങ്ങളോടുകൂടി പരിണമിക്കുന്ന ഒരു സാധനമല്ല ചരിത്രം. സോ യു കനോട്ട് write a complete study of the history plays of Shakespeare. Okay, Abhirami, കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു, two great critics, E.M.W. Tilliard and Dover Wilson. They were great critics of Shakespearean drama. So they wrote in detail about the history plays of Shakespeare. ഷേക്സ്പിയറിന്റെ ചരിത്ര ഞാൻ കുറച്ചുകൂടെ സിമ്പിൾ ആക്കി തരാം. ഷേക്സ്പിയറിന്റെ 3 പാർട്ടുണ്ട്, 3 ടെക്സ്റ്റ്. എന്തൊക്കെയാണ്? ഹെൻറി IV Part 1, ഹെൻറി IV Part 2, ഹെൻറി V. ഒരു ത്രയമാണ്. ഇറ്റ്സ് എ ട്രിലജി. എങ്ങനെ? ഇൻ ദ ഫസ്റ്റ് പാർട്ട്, ഹെൻറി IV Part 1, you have Prince Hal, രാജകുമാരൻ, is a boy. കളിച്ച് ചിരിച്ച് നടക്കുകയാണ്, കുരുത്തക്കേടാണ്, നിഷേധിയാണ്, അച്ഛന് വലിയ സങ്കടമാണ്, രാജാവിന് വലിയ സങ്കടമാണ്, ഇവന് ഇങ്ങനെ ആയിപ്പോയില്ല, എന്റെ പിൻഗാമിയാവേണ്ടവനാണ്. ബട്ട് ഹി ഈസ് ടു പ്ലേഫുൾ. നാട്ടില് ഹോൾ സ്റ്റാഫ് എന്ന് പറഞ്ഞ കള്ളുകൂടിയനായിട്ട് കമ്പനി, നാട്ടിൽ ആൾക്കാരെ, കച്ചവടക്കാരെ മോഷ്ടിക്കുക, തിരിച്ച് സാധനങ്ങൾ കൊണ്ട് ഏൽപ്പിക്കുക, ഇങ്ങനെ ഭയങ്കര തോന്നിവാസിയാണ്. ഹെൻറി IV Part 2 അല്പം കൂടെ വളർന്നു, പക്ഷെ ഈ കുഴപ്പങ്ങളൊക്കെ അവസാനിക്കുക. പക്ഷെ ഹെൻറി IV Part 2 അവസാനമാകുമ്പോഴത്തേക്ക് വാട്ട് ഹാപ്പൻസ് ഇസ്, ഹാലിന്റെ അച്ഛൻ രാജാവ് മരിച്ചു. ആൻഡ് ഹി ഈസ് ഇമ്മീഡിയറ്റ്ലി സമൺ ടു ഇംഗ്ലണ്ട്. തലസ്ഥാനത്തേക്ക് വിളിച്ചു. എന്താണ്? ഹി ഷുഡ് ബിക്കം ദി കിങ്. ഉടൻ, കൊച്ചു ചെറുപ്പക്കാരനാണ്, രാജകുമാരനാണ്, ഹി ഷുഡ് ബിക്കം ദ കിങ്. അപ്പം ഹെൻറി V നിങ്ങൾ കാണുന്നത് ഈ ഹാൽ എന്ന് പറയുന്ന രാജകുമാരൻ ഇംഗ്ലണ്ടിലെ ഹെൻറി V രാജാവായിരിക്കുന്നു. ഹെൻറി IV മരിച്ചു. ആൻഡ് എന്താ എല്ലാരും പറയുന്നത്? ഹെൻറി V ഷേക്സ്പിയേഴ്സ് ഐഡിയൽ കിങ് ഓഫ് ഇംഗ്ലണ്ട്. ഷേക്സ്പിയറിന്റെ ഉദാത്ത രാജ മാതൃകയാണ് ഹെൻറി V. നിങ്ങൾക്കറിയാം പ്രസിദ്ധമായ രംഗം. നാട്ടിൽ രാജാവായപ്പോൾ ഫോൾസ്റ്റാഫ്, കള്ളുകൂടിയൻ, നാട്ടുകാരുടെ അടുത്തേക്ക് പറയും, എന്റെ പയ്യനല്ലേ രാജാവ്, ഞാനവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്നാ സ്വാധീനമെന്നറിയാമെന്നൊക്കെ പറഞ്ഞു. പുള്ളി കൊട്ടാരത്തിൽ വരുന്നു, രാജാവിന്റെ മുമ്പിൽ വരുന്നു. രാജാവ് പ്രസിദ്ധമായ ഡയലോഗാണ്, ഐ ഡു നോട്ട് നോ ദി ഓൾഡ് മാൻ. എനിക്ക് നിന്നെ അറിയില്ലല്ലോ പൈസ എന്നാണ്. കാരണം പഴയത് ദാറ്റ്സ് ഗോൺ. നൗ ഹി ഈസ് എ കിങ്. അപ്പൊ എന്താണ്? ഹിസ്റ്ററി ഇസ് എ ടോട്ടാലിറ്റി. ഹെൻറി IV തുടങ്ങി, ഹെൻറി IV Part 2 വളർന്നു, ഹെൻറി V പൂർണ്ണതയെത്തിയ ഒരു ചരിത്ര പുരുഷനായി മാറി. ഹിസ്റ്ററി ഇസ് എ ടോട്ടാലിറ്റി. അപ്പൊ ഇത് ശരിയല്ല എന്നാണ് പറയുന്നത്. ഈ ടോട്ടാലിറ്റിയുടെ ഇടയിൽ ഒരുപാട് ഗ്യാപ്സും ഫിഷേഴ്സും ബ്രേക്സും ഒക്കെ ഉണ്ട്. അപ്പൊ എന്ത് വേണം? ഈ പോയിന്റ് കേൾക്കുമ്പോൾ കുഞ്ഞെ ക്ലിയർ ആവും. So you should be able to see events as text. Events, EVENTS, events as text. ഞാനൊരിക്കൽ യാത്ര ചെയ്യായിരുന്നു. ട്രെയിനിൽ യാത്ര ചെയ്തപ്പം കരുനാഗപ്പള്ളിയിൽ നിന്ന് ട്രെയിനിൽ കയറി. ഐ വാസ് ഗോയിങ് ടു ട്രിവാൻഡ്രം. അപ്പൊ എന്റെ തൊട്ട് മുൻപിൽ ഒരു ചെറുപ്പക്കാരൻ ഇട്ടിട്ടുണ്ട് ഡീപ്പ് ബ്ലൂ trousers or pants, blue shirt ഒക്കെ ഇട്ട്, ഒരു very handsome looking young man. He was reading a book which had a strange title. It was called Shakespeare and Management. Shakespeare and Management. എനിക്കതൊന്നും നോക്കിയിട്ട് പക്ഷെ പുള്ളി താത്തു വെക്കുന്നില്ല.
അവസാനം ഒരു വർക്കലയായപ്പോഴത്തേക്ക് കക്ഷി പുസ്തകം അവിടെ വെച്ചിട്ട് ബാത്റൂമിലേക്ക് പോയി. ഞാൻ പെട്ടെന്ന് അത് എടുത്ത് ഓടിച്ച് അതിന്റെ കണ്ടൻസ് ഒക്കെ നോക്കി ഇങ്ങനെ നോക്കി. അപ്പൊ ഒരു ചാപ്റ്റർ ഞാൻ കണ്ടു, ഫാൾസ്റ്റാഫ് ആൻഡ് മാനേജ്മെന്റ്. ഹെൻറി ഫോറിലും ഹെൻറി ഫോർ പാർട്ട് 2-ലും ഒക്കെയുള്ള ആ കള്ളുകൂടിയൻ കഥാപാത്രവും മാനേജ്മെന്റും തമ്മിൽ എന്ത് ബന്ധം? വേഗം ഒന്ന് വായിച്ചു വന്നപ്പോഴത്തേക്ക് ചെറുപ്പക്കാരൻ വന്നു. എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ ഈ ഒരു ഇച്ചിരി സീനിയർ ലുക്കായോണ്ട് വായിച്ചു, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു ഇപ്പം ഞാൻ തന്നേക്കാന്ന്. ഞാൻ പെട്ടെന്ന് ഓടിച്ചെന്ന് വായിച്ചപ്പോൾ എന്താണ് ഇത്? എഴുത്തുകാരൻ പറഞ്ഞേക്കുന്നുണ്ട്, മാനേജ്മെന്റ് വിദഗ്ധനാണ് റൈറ്റർ. അദ്ദേഹം പറഞ്ഞേക്കുകയാണ്, ഒരു രാജാവ് ഭരിക്കുമ്പം he should not only look at the rich people and the aristocrats and the ministers, but he should also look at the lower class society and poor people. Only then he can be a successful ruler. ഹെൻറി ഫൈവിന് നന്നായിട്ട് ഭരിക്കാൻ പറ്റിയിരുന്നത് ബാല്യത്തിൽ അദ്ദേഹം പാവങ്ങളോടെയും പട്ടിണിക്കാരോടെയും നിഷേധികളോടെയും ജീവിച്ചുകൊണ്ടാണ്. കണ്ടോ? അപ്പൊ ഫോൾസ്റ്റാഫിന്റെ ജീവിതമാകുന്ന ഈവന്റിനെ, സംഭവത്തിനെ അടർത്തി മാറ്റി വായിക്കുന്നു. അവിടെ ഹിസ്റ്ററി ഈസ് നോട്ട് എ ടോട്ടാലിറ്റി വിച്ച് ഹാസ് എ ബിഗിനിങ്, എ മിഡിൽ ആൻഡ് എൻ എൻഡ്. ഇങ്ങനെ നമുക്ക് എത്ര വേണം ചെയ്യാം. ഇപ്പം തന്നെ നോക്ക്, എനിക്ക് തോന്നുന്നത് ഇപ്പം ബുക്ക് സ്റ്റാളിൽ ചെന്ന് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്ന പുസ്തകങ്ങൾ എന്താണ്? അഡാപ്റ്റേഷൻസ് ഓഫ് രാമായണ ആൻഡ് മഹാഭാരതം. എത്ര പേരാണ് ദ്രൗപദിയെ സെൻറ്റർ ചെയ്തുകൊണ്ട് പുസ്തകങ്ങൾ, കർണനെ സെൻറ്റർ ചെയ്തുകൊണ്ട് പുസ്തകം, സോ മെനി ബുക്സ് ഓൺ ദി പുരാണാസ് ഓർ ദി എപ്പിക്സ്. നമുക്കറിയാവോ, അറിഞ്ഞൂടാത്തത് നമ്മൾ മഹാഭാരതത്തിലും രാമായണത്തിലും ഒക്കെ കാണാത്ത സാധനങ്ങൾ എടുത്ത് കഥയാക്കിയിരിക്കും. ഈവൻ്റാണ്. അങ്ങനെ ഹിസ്റ്ററിയുടെ ഒരു ഞാൻ ഒരുപാട് കാട് കയറി പോകുന്നുണ്ടോ? ഓക്കെ അഭിരാമി, ഓക്കെ. ഒരു എക്സാമ്പിളൂടെ പറഞ്ഞു വെച്ച് ഞാൻ പോവാം. ഇപ്പം ടേക്ക് എം.ടി's രണ്ടാം ഊഴം. You all know that M.T.'s രണ്ടാം ഊഴം is a rereading of the Mahabharata. അപ്പൊ ഈ രണ്ടാം ഊഴത്തിനകത്ത് there is a moment. ദ്രൗപദിയുടെ ആഗ്രഹപ്രകാരം ഭീമൻ has gone in search of the കല്യാണ സൗഗന്ധികം flower. അപ്പം മഹാഭാരതത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട്, ഇഷ്ടംപോലെ വർണ്ണനകളുണ്ട്. പക്ഷെ M.T. ഉപയോഗിക്കുന്ന ഒരു മോമെന്റ് എന്ന് പറഞ്ഞാൽ, പാടുപെട്ട് ഈ കല്യാണ സൗഗന്ധിയം പൂവുമായിട്ട് ഭീമ റിട്ടേൺസ് ടു ദ കിങ്ഡം. He gives it to Draupadi. She is very excited. അടുത്ത ദിവസം ഭീമൻ ദ്രൗപദിയുടെ മുറിയുടെ അടുത്തൂടെ ചെന്നപ്പോൾ പോകുമ്പോൾ കാണുന്ന ഈ കല്യാണ സൗഗന്ധിയം പൂവ് താഴെ കിടക്കുക, ആരൊക്കെ ചവിട്ടി ഞെരിച്ച രീതിയിൽ കിടക്കും. അപ്പൊ M.T. വ്യാഖ്യാനിക്കുന്നത്, ഈ പൂവുമായിട്ട് ഭീമൻ വന്ന അതേ ദിവസം, on that same day, Arjuna had returned after defeating a neighboring kingdom. And Draupadi was interested in hearing the heroic battle stories of Arjuna, and therefore she spent the whole night with Arjuna, ignoring Bhima and his flower. കണ്ടോ? അപ്പൊ ഒരു ചെറിയ ഈവന്റ്, ഈ മഹാഭാരത ഒരു ഹിസ്റ്ററി ടെക്സ്റ്റ് ആണെങ്കിൽ, ഒരു ടോട്ടാലിറ്റി ആണെങ്കിൽ, അതിൽ നിന്നൊരു ചെറിയ ഈവന്റിനെ സംഭവം മാറ്റിയെടുത്ത് വ്യാഖ്യാനിക്കുക. ഒരു ന്യൂ ഹിസ്റ്റോറിസ്റ്റ് അപ്രോച്ചാണ്. ക്ലിയർ അല്ലേ? സോ അതുകൊണ്ടാണ് ന്യൂ ഹിസ്റ്റോറിസ്റ്റ് പറയുന്നത്, a text is different to different people in different ages. A text is different to different people in different ages. That is why when the Mughal period is discussed today, ഞാൻ സാഹിബിന്റെ എക്സാമ്പിൾസ് ഒന്നും കുഞ്ഞുങ്ങളെ എടുക്കുന്നില്ല, ഐ എം ടേക്കിംഗ് എക്സാമ്പിൾ. നമുക്കും നിങ്ങൾക്ക് എനിക്കും അറിയാവുന്ന എക്സാമ്പിൾസ് ആണ് ഞാൻ എടുക്കുന്നത്. അതുകൊണ്ടാണ് when we discuss the Mughal period today, once upon a time നമ്മൾ എന്താണ് പറഞ്ഞത്? അക്ബർ ദ ഗ്രേറ്റ്.
Akbar was so nice. He established the religion called Dinillahi. ഒരുപാട് നമുക്ക് കാര്യങ്ങളുണ്ട്. Then we have Shah Jahan, the great aesthete, beauty ഇഷ്ടപ്പെടുന്ന ആർക്കിടെക്ചർ മാർവൽ സൃഷ്ടിച്ച മനുഷ്യൻ. Humayun, Baber, everyone. But no one speaks anything good about Aurangzeb. ആരും നല്ല പറയത്തില്ല. ക്രൂരനാണ്, കുഴപ്പക്കാരനാണ്, അച്ഛനെ പിടിച്ച് ജയിലിലിട്ടവനാണ് എന്നൊക്കെ പറയും. പക്ഷെ ഇപ്പം പുതിയ ചരിത്രം പറയുന്ന എന്താണ്? ഇഫ് ഔറംഗസീബ് ഹാഡ് നോട്ട് പുട്ട് ഷാജഹാൻ ഇൻ ജയിൽ, മുഗൾ സാമ്രാജ്യത്തിന്റെ സമ്പദ്ഘടന മൊത്തം തകർന്നു പോയേനെ. കാരണം ഷാജഹാൻ ഇങ്ങനെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഈസ് ബിൽഡിംഗ് താജ്മഹൽ ഇൻ ഓണർ ഓഫ് ഹിസ് വൈഫ്. 10-22 കൊല്ലം പണിയുക, ബിൽഡിങ്സ് പണിഞ്ഞ് കാശിങ്ങനെ പോവുകയാണ്. When Aurangzeb came to the throne, ഈ അനാവശ്യ ആഡംബരങ്ങളെല്ലാം നിർത്തിച്ചു. ജസിയ ടാക്സ് കൊണ്ടുവന്നു, ദർബാറുകൾ നിർത്തി. അപ്പൊ എന്ത് ചെയ്തു? ചിലവ് ചുരുക്കൽ. അന്ന് ആരെങ്കിലും പറഞ്ഞോ? ഞാനൊന്നും സ്കൂളിൽ പഠിച്ചിട്ടില്ല ഔറംഗസീബ് കുഴപ്പക്കാരനാണെന്ന് തന്നെ ഞാൻ പഠിച്ചത്. നമ്മുടെയൊക്കെ ഹീറോ ഷാജഹാനായിരുന്നു. കാമുകിക്ക് വേണ്ടി എന്തെങ്കിലും ഒരു താജ്മഹൽ പണിയണം എന്നൊക്കെ ഞാനും ആഗ്രഹിച്ചു. നമ്മുടെ നാട്ടിൽ തന്നെ എത്രയോ ഷാജഹാന്മാരുണ്ട്. വീടിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ലോൺ എടുത്ത് വീട് പണിഞ്ഞിട്ട് കടത്തിലാവുന്ന ഷാജഹാന്മാർ. പക്ഷെ ആരും അത് പറയത്തില്ല. എന്റെ നാട്ടിലൊക്കെ ഉണ്ട് ഈ പെരവാസ്തോലി ആനന്ദൻ. ഓക്കെ, നാട്ടില് ഈ പെരവാസ്തോലി നടത്താൻ നേരത്ത് കാശ് മേടിക്കും. ഒരു 3 മാസം കഴിയുമ്പോഴാണ് പുതിയ വീട് വിറ്റു. കാരണം എന്താ? 22 ലക്ഷം രൂപയ്ക്ക് വീട് കടമൊക്കെ എടുത്ത് മേടിച്ചു. പക്ഷെ പിരിഞ്ഞ് കിട്ടിയ 9 ലക്ഷം രൂപയാണ്. അപ്പം വേറൊരു ഷാജഹാന്റെ പതനം. സോ ടെക്സ്റ്റ് ഡിഫറെന്റ് ടു ഡിഫറെന്റ് പീപ്പിൾ ഇൻ ഡിഫറെന്റ് ഏജസ്. അടുത്ത പോയിന്റ്, ഡെറീഡ. എന്തുകൊണ്ടാണ് ന്യൂ ഹിസ്റ്റോറിസ്റ്റുകൾക്ക് ഫൂക്കോയും ഡെറീഡയും തമ്മിൽ വലിയ ഗുസ്തിയായിരുന്നു? അതൊന്നും ഞാൻ ഡെറീഡ പഠിപ്പിക്കാത്തതുകൊണ്ട് അത് പറയേണ്ട കാര്യമില്ല. ഡെറീഡ ആൻഡ് ഫൂക്കോ were always fighting over ideas. ഫൂക്കോ വഴക്കാളിയായിരുന്നു. യു വിൽ സീ ലേറ്റർ. ഫൂക്കോ was fighting with Chomsky. അപ്പം ഡെറീഡ said there is nothing outside the text. ടെക്സ്റ്റിന് പുറത്തൊന്നുമില്ല. നിങ്ങൾ വേണ്ടാത്ത ഡോണ്ട് ലുക്ക് ഫോർ ബയോഗ്രഫി, ഡോണ്ട് ലുക്ക് ഫോർ സൊസൈറ്റി, ഡോണ്ട് ലുക്ക് ഫോർ സോഷ്യൽ മിലിയു, ഒന്നും നോക്കണ്ട. ടെക്സ്റ്റിനകത്തെല്ലാം. The text is a system. And what you have to do is you have to look at the sign, the signifier, and the signified. You have to see the free play that is going on in the system. You have to see whether the meaning is arche or telos. The meaning is inside or outside. ഇങ്ങനൊക്കെ പഠിച്ചാൽ മതി. ന്യൂ ഹിസ്റ്റോറിസ്റ്റ് പറയുന്നത് അങ്ങനല്ല. ഹിസ്റ്ററി is thrice processed. ചരിത്രം 3 തവണ 3 പ്രോസസ്സിൽ കൂടി കടന്നു പോകും. നമ്മൾ ചക്കയൊക്കെ വരട്ടുന്ന കൂട്ടം. ആദ്യം ചക്ക അരിയുന്നു, അതിനെ ഒന്ന് വേവിക്കുന്നു, അത് കഴിഞ്ഞ് കുറച്ച് എണ്ണയൊക്കെ മയപ്പെടുത്തി അതിനകത്ത് ഇതിനെ ഒന്ന് വെള്ളം പറ്റിച്ചെടുക്കുന്നു, അത് കഴിഞ്ഞ് നെയ്യ് അങ്ങോട്ട് ഇട്ടിട്ട് അവനെ ഫൈനലാക്കി എടുക്കും. 3 പ്രോസസ്. ഹിസ്റ്ററി അങ്ങനെയാണ്. ന്യൂസ് എന്താണത്? ഹിസ്റ്ററി ഈസ് 3 times പ്രോസസ്ഡ്. 3 തവണ മനനം ചെയ്യപ്പെടുന്നു ഹിസ്റ്ററി. 1, ഐഡിയോളജി. ഒന്നാമത്തെ സ്വാധീനം ഹിസ്റ്ററിയിൽ ഐഡിയോളജിയാണ്. ബിലീഫ് സിസ്റ്റംസ്, ദ ഫെയ്ത്ത്, ദ സോഷ്യൽ പാറ്റേൺസ്, ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന വിശ്വാസ പ്രമാണങ്ങളുടെ അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രങ്ങളുടെ സ്വാധീനം. 2,
അവർ ഐഡിയോളജി. പൊതുപ്രത്യയശാസ്ത്രമുണ്ട്. 2, നമ്മുടെ ഐഡിയോളജി. നമ്മുടെ ഓരോ വ്യക്തികൾക്ക് അവരുടേതായ പ്രത്യയശാസ്ത്രമാണ്, അതിന്റെ സ്വാധീനമുണ്ട്. 3, ദ വെബ് ഓഫ് ലാംഗ്വേജ്. വെബ്, വെബ് ഓഫ് ലാംഗ്വേജ്, ഭാഷ ഉണ്ടാക്കുന്ന ഒരു വല, ഒരു വെബ് ഓഫ് ലാംഗ്വേജ്. അതും പ്രധാനമാണ്. ഹിസ്റ്ററി എഴുതുന്നത് ഭാഷയിലാണല്ലോ. ഹിസ്റ്ററി ക്യാൻ ബി, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു തൊട്ട്, നിങ്ങൾ ചരിത്രം എഴുതി വരുമ്പം നിങ്ങൾ അല്പം ഒരു ബയസും പാർഷ്യാലിറ്റിയും ഒക്കെ കാണിച്ചു കഴിഞ്ഞാൽ വായിക്കുന്നവനെ സ്വാധീനിക്കും. എങ്ങനെ? ലാംഗ്വേജിൽ കൂടി. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇങ്ങനെ പറയുകയാണ്, ഔറംഗസീബ് വാസ് എ ക്രൂവൽ ടൈറന്റ്. ഞാൻ പറയാം, എന്റെ സുഹൃത്തായ വേറൊരു ചരിത്രകാരൻ പകരം എഴുതുന്ന ഔറംഗസീബ് വാസ് എൻ ഓട്ടോക്രാറ്റ്. രണ്ടു പറഞ്ഞു വരുമ്പോ ഒന്നാണ് ക്രൂവൽ ടൈറന്റ്, ക്രൂരനായ ഒരു ടൈറന്റ് ആയിരുന്നു. എന്നുവെച്ചാൽ അതിന് ക്രൂരത എന്ന് പറയുമ്പോൾ നമ്മൾ ദൈവമേ, നമ്മുടെ നീറോ അറിയാം, റോമാ നഗരം കത്തിയിരിയുമ്പോൾ നീറോ വീണ വായിക്കുകയായിരുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളുടെ എല്ലാം മനസ്സിൽ, ആഹാ എത്ര നല്ല കക്ഷിയാണ് ഈ നീറോ. When Rome was burning, Nero was playing on the fiddle. എത്ര സൗന്ദര്യാസ്വാദകൻ. പക്ഷെ ഈ നീറോ എന്ന് പറയുന്നവന്റെ കൂട്ടൊരു ക്രൂരനില്ല. അദ്ദേഹത്തിന്റെ പ്രധാന വിനോദങ്ങൾ എന്തായിരുന്നില്ല, അദ്ദേഹത്തിന് ഈ ഗ്ലേഡിയേറ്റേഴ്സിന്റെ ഫൈറ്റ് കാണാൻ അദ്ദേഹം ചെയ്തിരുന്നത്, അന്ന് കറണ്ട് ഇലക്ട്രിസിറ്റി ഒന്നുമില്ല, നിയോൺ ലൈറ്റും സ്പോട്ട് ലൈറ്റും ഒന്നുമില്ല. അടുത്ത പറയാൻ പാടില്ലാത്തതാണ് ക്രൂരതകൾ. എങ്കിലും നീറോ ചെയ്തിരുന്നത് ഈ അടിമകളെ എണ്ണ ഒഴിച്ചിട്ട് വഴിനീളെ നിർത്തും, എന്നിട്ട് ജീവനോടെ കത്തിക്കും. ഈ കത്തുന്ന ഈ അടിമകള് ഈ സ്റ്റേഡിയത്തിൽ ഓടി നടക്കും വെപ്രാളത്തിൽ. ഈ ലൈറ്റത്താണ് ഗ്ലേഡിയേറ്റേഴ്സ് ഫൈറ്റ് ചെയ്തിരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. അഭിരാമി, യെസ്. അപ്പം പക്ഷെ എനിക്കും നിങ്ങൾക്കും, നമ്മൾ സാധാരണ മനുഷ്യരാണ്, നമുക്കെല്ലാം നീറോ വീണ വായിച്ചു എന്ന് മാത്രമാണ് അറിയാം. മറ്റേ സംഭവം നമ്മൾ ആരും അറിയുന്നില്ല. കണ്ടോ? ദാറ്റ് ഇസ് ദ വെബ് ഓഫ് ലാംഗ്വേജ്. സോ ഹിസ്റ്ററി ഇസ് ത്രൈസ് പ്രോസസ്ഡ്. പ്രോസസ് ചെയ്ത ഫുഡ് എന്നാ കേട്ടില്ല, പ്രോസസ് ചെയ്ത ഫുഡ്. ഞാനിപ്പോ ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ ചോദിക്കും ഹോട്ടലുകാരോട്, അജിനോമോട്ടോ ഇടുന്നുണ്ടോ നിങ്ങൾ ഫുഡിനകത്ത്? ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വേണ്ടാന്ന് പറയും. അജിനോമോട്ടോ കഴിച്ചാൽ എനിക്ക് 1 സൈഡ് ഹെഡ് ഏക്ക് വരും. അതൊരു പ്രോസസ്സിംഗ് ആണ്. ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇച്ചിരി അജിനോമോട്ടോ ചേർക്കുക, എന്നിട്ട് അതിനെ ഒന്ന് സീസൺ ചെയ്യുക, ഒന്ന് വറുത്ത്, കടുവൊക്കെ വറുത്തിടുക. അപ്പൊ ഇതെല്ലാം ആ കടുവറക്കുന്ന മണമൊക്കെ, വീട്ടിലൊരു അതിഥി വരുമ്പം കടുവറക്കുന്നതിന്റെ മണം അവൾ ചെല്ലുമ്പം മനസ്സിൽ വിചാരിക്കും, ദൈവമേ ഉണ്ണാൻ വിളിക്കുമായിരിക്കും. അപ്പൊ പ്രോസസ്സിംഗ്. ഹിസ്റ്ററി ഇസ് ത്രൈസ് പ്രോസസ്ഡ് through ideology, to our ideology, and 3, web of language. And ippam break tharam. According to new historians, reality is relocated and resituated. നമ്മൾ ഈ പറയുന്ന യാഥാർത്ഥ്യം, റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ആക്ച്വലി അത് റീലൊക്കേറ്റഡുമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന ലൊക്കേഷനല്ല, അത് വേറൊരു ലൊക്കേഷനിലായിരിക്കും. റീസിറ്റുവേറ്റഡ് ആണ്. നമ്മൾ ഈ ലൊക്കേഷനിൽ കണ്ട സംഭവങ്ങളുടെ സിറ്റുവേഷനും വേറെ ആയിരിക്കും. അങ്ങനെ കാണുന്നതാണ് ന്യൂ സ്റ്റോറീസ്. ഒരു കാര്യം ചെയ്യാം. Now it's 10 o'clock. Can I take a small break and come back after 10 or 12 minutes? Someone respond, please. അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പം ബോറടിച്ച് മരിച്ചു. എന്തായാലും നിങ്ങളുടെ എല്ലാം ശാപം എനിക്കുണ്ട്. എന്തായാലും ഓക്കെ, ഐ വിൽ കം ബാക്ക് ആഫ്റ്റർ 10 to 12 minutes. ഓക്കെ, ടേക്ക് കെയർ. ഫുഡ് കഴിച്ചു. നിങ്ങൾക്ക് വേണ്ടി ഞാനിന്ന് രാവിലെ 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് റെഡി ആയിട്ടിരിക്കുക. ഓക്കെ.
So welcome back. So we'll continue from where we left off. We were still trying to decipher, understand the concepts of new historicism. അതിനെ ഒന്ന് ലളിതമാക്കാൻ നമ്മൾ ശ്രമിക്കുകയായിരുന്നു. We'll continue. Okay. Now, according to new historicists, നവചരിത്രവാദത്തിന്റെ വക്താക്കൾ പറയുന്ന ഒരു പ്രധാന വാദം, in earlier historical and biographical criticism, literature was seen as an imitation or reflection of the historical world in which it was produced. അങ്ങനെയാണ് പണ്ട് ഹിസ്റ്റോറിക്കൽ ബയോഗ്രഫിക്കൽ ക്രിറ്റിസിസം, ഇത് നമ്മൾ സൈക്കോ ബയോഗ്രഫിക്കൽ ക്രിറ്റിസിസം എന്ന് തന്നെ പറയാം. You study the life of the author, the period in which he lived, history. അതുകൊണ്ടാണ് നിങ്ങൾ തന്നെ ലിറ്ററേച്ചർ സ്റ്റുഡൻസിന് ഡിഗ്രിക്കൊക്കെ പഠിക്കാൻ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ വലിയൊരു കമ്പോണന്റാണ്. ഞങ്ങൾ പഠിച്ചിരുന്നപ്പോഴും ഉണ്ട് ഇത്. പക്ഷെ ഞങ്ങൾക്കൊരു ഒരു യൂസ്ലെസ് പേപ്പർ ആയിരുന്നു അന്ന്. ഇറ്റ് വാസ് എ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ വിത്ത് നോട്ട് ഗ്രേറ്റ് ഫോക്കസ് ഓൺ ലിറ്ററേച്ചർ. അന്ന് ട്രെവില്യൻ എന്ന് പറഞ്ഞൊരു ഹിസ്റ്റോറിയന്റെ ബുക്കായിരുന്നു, സോഷ്യൽ ആൻഡ് ലിറ്റററി ഹിസ്റ്ററി ഓഫ് ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞൊരു സാധനം. അതിനകത്ത് കൂടുതലും രാജഭരണവും സൊസൈറ്റിയും കാര്യങ്ങളും ഒക്കെ. ഇന്നത്തെ നിങ്ങളുടെ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ സിലബസ് കുറെ കൂടെ ഭേദമാണ്. ഫോർ എക്സാമ്പിൾ, ഫോർ മലയാളം ലിറ്ററേച്ചർ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ, ആ പുസ്തകത്തിന് അയ്യപ്പണിക്കർ സാറിന്റെ ഒരു ഹിസ്റ്ററി ഓഫ് മലയാളം ലിറ്ററേച്ചർ ഉണ്ട്. അതിനകത്ത് വേണ്ടാത്ത രാഷ്ട്രീയം ഒന്നും പറയുന്നില്ല. യു ഹാവ് ഓൺലി റെഫറൻസസ് ടു വർക്ക്സ് ആൻഡ് റൈറ്റേഴ്സ്. അത് മാത്രമേ ഉള്ളൂ. ബയോഗ്രഫിക്കൽ സ്കെച്ചൊക്കെ വളരെ കുറവാണ്. സോ ഏർലിയർ, അക്കോർഡിംഗ് ടു ന്യൂ ഹിസ്റ്റോറിസിസ്റ്റ്, it was a sort of historical biographical criticism, and literature was seen as a reflection, ഒരു അനുകരണമാണ്. നമ്മൾ ജീവിച്ചു പോകുന്ന ലോകത്തിന്റെ ഒരു റിഫ്ലക്ഷൻ മാത്രമാണ് സാഹിത്യം. ദാറ്റ് ഇസ് വൈ ഇൻ മലയാളം വി സേ തകഴി is a realist writer, S.K. Pottekad is a realist writer, Kesavadev is a realist writer. കാണുന്ന അപ്പടി കാണിക്കുക. Unlike when we come to writers like O.V. Vijayan and M.O. Vundan, etc., നമുക്ക് വലിയ മാറ്റം. ചിലർ പറയാറുണ്ട്, ഇപ്പം ബെന്യാമിന്റെ ആടുജീവിതം, it became a tremendous success because it was once again a return of realism. യഥാർത്ഥ ജീവിതത്തിന്റെ ഒരു രീതിയാണ് വീണ്ടും. അതുകൊണ്ട് ദാറ്റ്സ് വൈ ഇറ്റ് വാസ് എ ബിഗ് ഹിറ്റ് എന്ന് പറയുന്നത്. ഈ കടുപ്പം പിടിച്ച പരീക്ഷണങ്ങൾ വായിച്ചു പോവാൻ റീഡബിലിറ്റി കുറവാണ്, വായനാപരത കുറവാണ്. സോ ദിസ് ഹാപ്പൻസ്. അതുപോലെ തന്നെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഫൂക്കോ. ഇഫ് യു ടേക്ക് ദ വർക്ക്സ് ഓഫ് ഫൂക്കോ ആൻഡ് ട്രൈ റീഡിങ് ദം, ഒന്നുകിൽ നമ്മൾ കുഴപ്പത്തിലാവും, അല്ലെങ്കിൽ വി വിൽ ഗോ മാഡ്. Such is the difficulty of the ideas he brings out. Okay. So that was what earlier literature was seen as just an imitation or mimesis. Aristotle vakaniruppi. Mimesis. M-I-M-E-S-I-S. Mimesis. Imitation. Or reflection of the historical world in which it was produced. Moreover, in those days, history was viewed or seen as something that is stable, linear, that is going forward, progressive, chronological, and recoverable. പണ്ട് കണ്ട് ചരിത്രം സ്റ്റേബിൾ ആണ്, പ്രോഗ്രസീവ് ആണ്, റിക്കവറബിൾ. യു കൻ ലുക്ക് അറ്റ് ഹിസ്റ്ററി, യു കൻ ലുക്ക് അറ്റ് ഹിസ്റ്ററി ബുക്സ് ആൻഡ് റിക്കവർ facts and figures. How is new criticism different from that? New criticism looks at history with tremendous amount of doubt, skepticism, etc. ഭയങ്കര സംശയത്തോടുകൂടിയും
സ്കെപ്റ്റിസത്തോടുകൂടിയാണ് ചരിത്രത്തിനെ അവർ നോക്കിക്കാണുന്നത്. കാരണം എന്താ അവർ പറയുന്നത്, ന്യൂ ഹിസ്റ്റോറിസ്റ്റ് പറയുന്നത്, ഞങ്ങളെ സംബന്ധിച്ചോളം ഹിസ്റ്ററി ഇൻക്ലൂഡ്സ് ഓൾ ഓഫ് ദ കൾച്ചറൽ, സോഷ്യൽ, പൊളിറ്റിക്കൽ, ആന്ത്രപ്പോളജിക്കൽ ഡിസ്കോഴ്സസ് അറ്റ് വർക്ക് ഇൻ എനി ഗിവൻ ടൈം. ഒരു കാലത്ത് നമ്മൾ പഠിക്കുന്ന ആ കാലത്ത് നിലനിൽക്കുന്ന സാംസ്കാരികവും സാമൂഹ്യവും രാഷ്ട്രീയവും ആന്ത്രപ്പോളജിക്കലുമായിട്ടുള്ള നരവംശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം അവിടെ വേണം. അല്ലാതെ ഹിസ്റ്ററി ഈസ് നോട്ട് ദ സ്റ്റോറി ഓഫ് winning kings and queens. We all know the story of Ashoka, how Ashoka attacked Kalinga, how he killed many, there was bloodshed, and finally he changed to Buddhism. In the other area. But we do not know who the ruler of Kalinga was. What happened to him? Because history is written by the winners. അപ്പം ദിസ് ഹാപ്പൻസ്. അപ്പൊ ഇന്നിപ്പം ആൾക്കാർ ഹിസ്റ്ററി പഠിക്കുന്നത് കൂടുതലും വെൻ യു സ്റ്റഡി അശോക, കൂടുതലും അവർ ചെയ്യുന്നത് എന്താ, ദേ സ്റ്റഡി ദ സ്റ്റോൺ ഈഡിക്സ്, ശിലാലിഖിതങ്ങൾ. ആ കിങ്ഡം പ്രദേശത്ത് ഇപ്പോഴും നിലനിൽക്കുന്ന ലിഖിതങ്ങൾ, അതിന്റെ ലിപിയൊക്കെ വ്യാഖ്യാനിച്ച് അവർ പുതിയ ചരിത്രം വെച്ചു. സോ ദിസ് ഹാപ്പൻസ്. So according to new history, any text may provide valuable information and understanding about a particular period. Any text. It is not just the life of kings and queens. You can understand the history of Andhra Pradesh by studying the art form Kuchipudi. You can study the social milieu and life of Kerala by studying Kathakali, or by studying folk arts, or by studying Theyyam. See? ആ ഒരു അവസ്ഥ. So texts may give information, valuable information about any particular period or system. And according to, അതാണ് പ്രധാന പോയിന്റ്, according to new critics, this history which you see is not just a background curtain which just speaks about the author and her texts. അപ്പം ഈ ചരിത്രം എന്ന് പറയുന്ന ന്യൂ ഹിസ്റ്റോറിസ് ഒരു കർട്ടൻ അല്ല, ഒരു ബാക്ക്ഡ്രോപ്പ് അല്ല, ഒരു ബാക്ക്ഗ്രൗണ്ട്. പണ്ടത്തെ സ്റ്റുഡിയോയിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് താജ്മഹലിന്റെ മുമ്പിലൊക്കെ ഇരുത്തി നമ്മളെ പടം എടുത്ത് തരുവായിരുന്നു. ഇഷ്ടമുള്ള ഫീനിക്സ് പിരമിഡ്സിന്റെ അടുത്ത് എവിടെ വേണേലും പുറകത്തെ കേർട്ടൻ ഒന്ന് മാറ്റിയാൽ. ഹിസ്റ്ററി അങ്ങനെ ഒരു ബാക്ക്ഡ്രോപ്പ്, അങ്ങനെ ഒരു കേർട്ടൻ അല്ല. The author and history are certainly part of a social construct. ഒരു സാമൂഹ്യ നിർമ്മിതിയുടെ ഭാഗമാണ് ഒരു എഴുത്തുകാരനും അയാൾ ജീവിച്ചിരുന്ന ആ ചരിത്ര മുഹൂർത്തം. അത് മറക്കാൻ പാടില്ല. ആൻഡ് ഈ സ്കൂൾ ഓഫ് തിങ്കിങ്, ന്യൂ ഹിസ്റ്റോറിസ്റ്റ് തിങ്കിങ്ങിൽ ചില പ്രധാനപ്പെട്ട ചിന്തകന്മാരുണ്ട്, തിയറിസ്റ്റ് ഉണ്ട്, റൈറ്റേഴ്സ് ഉണ്ട്. ചിലരെ ഞാൻ പറഞ്ഞുപോയി. വൺ ഇസ് സ്റ്റീഫൻ ഗ്രീൻബ്ലാറ്റ്, another is Michel Foucault, other is Clifford Geertz, Clifford and Geertz, Geertz, Clifford Geertz. Another is Louis Montrose, Montrose, Louis Montrose. Another is Catherine Gallagher, Gallagher, Catherine Gallagher. Another is Jonathan Dollimore, Dollimore, Jonathan Dollimore. And another is Jerome McCann, McCann, McCann. So these are some
തിയററ്റിക്കൽ ഫ്രെയിംവർക്കിന്റെ ഒരു ആചാര്യനായതുകൊണ്ടല്ല അദ്ദേഹത്തിന് ഹലോ ഹലോ കുഞ്ഞെ, എനിക്കറിയത്തില്ല വാട്ട് ഹാപ്പൻഡ്. കുറച്ചു നേരത്തേക്ക് വെബെക്സ് അൺഅവൈലബിൾ എന്നും പറഞ്ഞൊരു മെസ്സേജ് വന്നു. ഇപ്പം എന്താ തിരിച്ചു വന്നു. നൗ ഇറ്റ്സ് ഓക്കെ. സംഭവം എന്തോ പറ്റിയെന്ന് അറിയത്തില്ല. ഇനി എന്റെ വല്ല കൈ തട്ടിയാണോ ഇല്ല. ഒരു മെസ്സേജ് വന്നു, വെബെക്സ് ഇസ് നോട്ട് അവൈലബിൾ, പ്ലീസ് ലുക്ക് ഫോർ അനദർ ഓഡിയോ എന്നും പറഞ്ഞ് വന്നു. ഞാൻ പറഞ്ഞ പ്രധാന പോയിന്റ്സ് എല്ലാം പോയി. ഓക്കെ, ഞാൻ സോറി കേട്ടോ. ഒരു 10-12 മിനിറ്റ് എന്റെ പണ്ടാരാണ്ട് പറഞ്ഞിട്ട് പെട്രോൾ വേസ്റ്റ് ആയി. സോറി ഫോർ വാട്ട് ഹാപ്പൻ. ഇപ്പം കേൾക്കാമല്ലോ. Now is it okay? ഓക്കെ അഭിരാമിത്, ഓക്കെ, താങ്ക് യു. കുഴപ്പമില്ല, ഞാനെല്ലാം റിപ്പീറ്റ് ചെയ്തോളാം. ചിലപ്പോൾ ഞാൻ പറഞ്ഞു വന്ന 2 എക്സാമ്പിൾ എങ്ങാനും മിസ് ചെയ്തു പോകും, കാരണം ഇതൊന്നും റെഡിമെയ്ഡ് പറയുന്നതല്ലല്ലോ. ഓക്കെ, so I was telling you that the basic difference between old historicism, സത്യം പറഞ്ഞാൽ ഓൾഡ് ഹിസ്റ്റോറിസിസം എന്ന് പറഞ്ഞൊരു സാധനമില്ല. ഹിസ്റ്റോറിസിസം മാത്രമേ ഉള്ളൂ. ഹിസ്റ്റോറിസിസ് ഫോം ഓഫ് ക്രിറ്റിസിസം മാത്രമേ ഉള്ളൂ.
പിന്നെ ന്യൂ ഹിസ്റ്റോറിസിസം. ദർ ഇസ് നത്തിങ് കോൾഡ് ഓൾഡ് ഹിസ്റ്റോറിസിസം. എങ്കിലും നമുക്ക് പറയാൻ വേണ്ടി പറയാം, ദ സ്പെഷ്യാലിറ്റി ഓഫ് ദി ഓൾഡ് type of historicism was that it gave great importance to historical and biographical criticism. ഹിസ്റ്ററിക്കും ബയോഗ്രഫിക്കും വലിയ പ്രാധാന്യം കൊടുത്തു. എങ്ങനെ? ലിറ്ററേച്ചർ വാസ് സീൻ ആസ് എ മിയർ റിഫ്ലക്ഷൻ ഓഫ് ദ ഹിസ്റ്റോറിക്കൽ വേൾഡ് ഇൻ വിച്ച് ഇറ്റ് വാസ് പ്രൊഡ്യൂസ്ഡ്. സാഹിത്യം എന്ന് പറഞ്ഞാൽ ഒരു തരം അരിസ്റ്റോട്ടലിന്റെ ഭാഷ പറയാം മിമെസിസ് ആണ്. മിമെസിസ്, MIMESS, mimesis, അനുകരണം. Was seen as a mimesis of the historical world. ജീവിച്ചിരിക്കുന്ന ആ ഹിസ്റ്റോറിക്കൽ വേൾഡിന്റെ ഒരു അനുകരണം മാത്രമാണ് എന്നായിരുന്നു പഴയ ഹിസ്റ്റോറിസത്തിന്റെ വാദം. മോറോവർ അവർ കണ്ട എങ്ങനെയാണ്? ഹിസ്റ്ററി ഇസ് സ്റ്റേബിൾ, ഇറ്റ് ഇസ് ലീനിയർ ആൻഡ് ഇറ്റ് ഇസ് റിക്കവറബിൾ. ചരിത്രം സ്റ്റേബിൾ ആണ്, ഒരിടത്ത് നിൽക്കുകയാണ്, ചലനമില്ല. ഇറ്റ് ഇസ് നോട്ട് ഓൾവേസ് ഫ്ലൂയിഡ്. ദ പീരീഡ് ഓഫ് അക്ബർ ഇസ് ഓൾവേസ് ലൈക്ക് ദാറ്റ്. അങ്ങനെ നിൽക്കുകയാണ്, സ്റ്റേബിൾ ആണ്. ലീനിയർ, ഈ ചരിത്രം ക്രോണോളജിക്കലാണ്, പ്രോഗ്രസീവ്, മുമ്പോട്ട് പോകും. ആൻഡ് റിക്കവറബിൾ എന്നുവെച്ചാൽ നമുക്ക് ചരിത്രം എപ്പം വേണമെങ്കിൽ റിക്കവർ ചെയ്തെടുക്കാം. നമ്മൾ ഡേറ്റ ഒക്കെ നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് റിക്കവർ ചെയ്യത്തില്ല. സോ ഹിസ്റ്ററി ഇസ് ദർ. History is written, it is recorded, it is printed, even digitalized. It is there, അവിടെ ഉണ്ട്. So what you have to go is go to the Wikipedia and just type Mughal period, you will get all information about that period. Recorded ആണ്. അപ്പം പണ്ടത്തെ വിശ്വാസം സ്റ്റേബിൾ ആണ്, ഹിസ്റ്ററി ലീനിയർ ആണ്, ആൻഡ് ഇറ്റ് ഇസ് റിക്കവറബിൾ. പക്ഷെ ന്യൂ ഹിസ്റ്റോറിസം പറയുന്നത് എന്താണ്? ന്യൂ ഹിസ്റ്റോറിസം ലുക്സ് അറ്റ് ഹിസ്റ്ററി വിത്തൗട്ട് സ്കെപ്റ്റിസിസം. സംശയത്തോടുകൂടിയാണ് ചരിത്രത്തിനെ നോക്കുന്നത്. കാരണം എന്താ? അവർ പറയുന്നത് ഹിസ്റ്റോറിക്കൽ നെറേറ്റീവ് ഇസ് സർട്ടൻലി സബ്ജക്റ്റീവ്. ചരിത്രം വസ്തുനിഷ്ഠമല്ല, വ്യക്തിനിഷ്ഠമാണ്. ഞാൻ എങ്ങനെയാണ് ചരിത്രത്തിനെ നോക്കിക്കാണുന്നത്? ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. So how we look, a person looks at history, therefore it is subjective, not objective. So new historians look at history with doubt and skepticism because they know it is very subjective. Matramalla, they believe that history includes cultural, social, political, anthropological, ഇതെല്ലാം ചരിത്രത്തിന്റെ വീഥികളിൽ നിന്ന് ന്യൂ ഹിസ്റ്റോറിസം പെറുക്കിയെടുക്കും. അവർ പറയുന്നത് എന്താണെന്നറിയോ? അത് ഗഹനമായ ഒരു ഐഡിയ ആണ്, പക്ഷെ ഐ മേക്ക് ഇറ്റ് വെരി സിമ്പിൾ. അവർ പറയുന്നത്, ന്യൂ ഹിസ്റ്റോറിസം പറയുന്നത് കൾച്ചറൽ, സോഷ്യൽ, പൊളിറ്റിക്കൽ, ആന്ത്രപ്പോളജി ഇതെല്ലാം ഓരോ ടെക്സ്റ്റുകളാണ്. മുഗൾ പീരീഡിലെ കൾച്ചറൽ എന്ന് പറയുന്നത് ഒരു ടെക്സ്റ്റാണ്. ഗസൽ സംഗീതം, അല്ലെങ്കിൽ ബീർബലിന്റെ കഥകൾ, അതെല്ലാം സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ. ഇറ്റ്സ് എ ടെക്സ്റ്റ് ഓഫ് ദറ്റ് പീരീഡ്. അപ്പൊ യു ഡോണ്ട് നീഡ് ടു ലുക്ക് ജസ്റ്റ് അറ്റ് ദ ലൈഫ് ഓഫ് ദീസ് റൂളേഴ്സ് ഓഫ് ദറ്റ് പീരീഡ്. യു ഹാവ് ടു ലുക്ക് അറ്റ് ദീസ് കൾച്ചറൽ ടെക്സ്റ്റ്സ്. സോഷ്യൽ, ആ കാലത്തുണ്ടായിരുന്ന സാമൂഹ്യ വ്യവസ്ഥകൾ ഒരു ടെക്സ്റ്റാണ്, ഒരു പാഠമാണ്. പൊളിറ്റിക്കൽ ഒരു പാഠമാണ്. ആന്ത്രപ്പോളജിക്കൽ പാഠമാണ്. അടുത്തതാണ് ഫൂക്കോയ്ക്ക് ഇഷ്ടപ്പെട്ട പദം. These are all discourses. Discourses can be translated into Malayalam as വ്യവഹാരം. ഞാൻ അതിനെ, ഇറ്റ്സ് എ വെരി ടഫ് ഐഡിയ, പക്ഷെ ഞാൻ എൻ്റെതായ രീതി അതിനെ വളരെ ലളിതമങ്ങാക്കാൻ പോവുക. എല്ലാ പാപവും ഞാൻ ഏറ്റെടുത്തുകൊണ്ട്. വ്യവഹാരം അല്ലെങ്കിൽ ഡിസ്കോഴ്സ് എന്ന് പറഞ്ഞാൽ റീജനറേറ്റീവ് സ്റ്റേറ്റ്മെന്റ്. എന്നുവെച്ചാൽ പ്രത്യുൽപാദനം, പുനരുൽപാദനം നടത്താൻ കഴിവുള്ള ഒരു ആശയത്തിനെയാണ് നമ്മൾ ഡിസ്കോഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലെന്ന് എനിക്കറിയാം. ലീഗൽ ഡിസ്കോഴ്സ്, നിയമം ഒരു വ്യവഹാരമാണ് എന്ന് പറഞ്ഞാൽ ഉറപ്പുള്ള ഒരു സാധനമല്ല ലീഗൽ ഡിസ്കോഴ്സ്. അതുകൊണ്ടാണല്ലോ ശബരിമലയ്ക്ക് പല വ്യാഖ്യാനങ്ങൾ.
അതാണ് ഇന്നലെ മറ്റേ സ്കോളർഷിപ്സിന്റെ വിധി വന്നു. 80-20 എല്ലാവരും ആശയങ്ങൾ പറയുക. കാരണം എന്താ? ഇറ്റ്സ് എ ഡിസ്കോഴ്സ്. അല്ലാതെ ഇതാണ് 2+2=4 അങ്ങനെ പറയാൻ പറ്റത്തില്ല ലോയിൽ. മെഡിക്കൽ ഡിസ്കോഴ്സ്. ഇപ്പൊ കോവിഡിനെ പറ്റി എന്തെല്ലാം ചികിത്സാ പദ്ധതികൾ ഓരോരുത്തരും പറഞ്ഞത്. അമേരിക്കയിലൊന്ന്, ഇംഗ്ലണ്ടിലൊന്ന്, വാക്സിനെ പറ്റി ഒന്ന്. സോ ഇറ്റ് ഇസ് റീജനറേറ്റ്, ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കും ആശയങ്ങളെ. അതിനെയാണ് നമ്മൾ ഡിസ്കോഴ്സ് എന്ന് പറയുന്നത്. So according to historians, cultural, political, anthropological, sociological, ഇതെല്ലാം ഡിസ്കോഴ്സസ് ആണ്, വ്യവഹാരങ്ങളാണ്. അപ്പം 1850 ഒരു വ്യവഹാരം 2021 മെയ് 31 അർത്ഥം, വ്യാപ്തി ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കും. ക്ലിയർ അല്ലേ? Okay. So it's a discourse. ഇതെല്ലാം. These discourses have to be analyzed. ഇതിനെ നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത് അത്യാവശ്യമാണ്. അടുത്ത പോയിന്റ്, ന്യൂസ് സോഴ്സ്. ഈ ഞാൻ പറഞ്ഞല്ലോ പല വ്യവഹാരങ്ങൾ. There are many discourses working at a given moment in history. But you should not see these discourses as mere backdrops or backgrounds. നമ്മൾ സ്റ്റുഡിയോയിലൊക്കെ പണ്ട് ഫോട്ടോ എടുക്കാൻ പോകുമ്പോൾ നമ്മളെ താജ്മഹലിന്റെ മുമ്പിലൊക്കെ ഇരുത്തി പടം എടുക്കത്തില്ല. ആ പുറത്തെ കേർട്ടൻ ബാക്ക്ഡ്രോപ്പ് മാറ്റിയാൽ മതി. പിരമിഡിന്റെ മുമ്പിലും ഒക്കെ നമുക്കിരുന്ന് ഫോട്ടോ എടുക്കാം. You just have to change the background or the backdrop. So according to new historians, these discourses are not just backgrounds. They are not just backdrops. They are active forces at work at a particular moment or time. And therefore, these discourses also will have to be analyzed to understand the text. വിവിധ വ്യവഹാരങ്ങളെ പറ്റി നമുക്ക് അറിയണം, ഡിസ്കോഴ്സസിനെ പറ്റി അറിയണം. എന്നാൽ മാത്രമേ നമുക്ക് സോഷ്യൽ കോൺസ്ട്രക്റ്റ്, ഒരു സാമൂഹ്യ നിർമ്മിതി എന്താണെന്ന് മനസ്സിലാക്കാൻ. ഈ സ്കൂളിൽ, ന്യൂ ഹിസ്റ്റോറിസം സ്കൂളിൽ ചിലർ ഓൾഡ് ഹിസ്റ്റോറിസിസം എന്ന് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു പദപ്രയോഗത്തിനോട് വ്യക്തിപരമായിട്ട് എനിക്ക് യോജിപ്പില്ല. നിങ്ങൾ ചോദിക്കും, സാറ് വ്യക്തിപരമായിട്ട് പറയാൻ സാറാരാ, ഹൂക്കോ ആണോ? അല്ല. ബട്ട് ഓൾഡ് ഹിസ്റ്റോറിസം എന്ന പ്രയോഗം, ഹിസ്റ്റോറിസിസ്റ്റ് അപ്രോച്ച് ആൻഡ് നിയോ ഹിസ്റ്റോറിസിസ്റ്റ് അപ്രോച്ച്. So some great writers have been part of this school. Just mention a few. ഒരുപാട് വേണ്ട, few. കാരണം നിങ്ങൾ വായിച്ചും പഠിച്ചും പോകുമ്പോൾ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു കൂട്ട്, MA കഴിയുമ്പോഴാണ് നിങ്ങൾ യഥാർത്ഥ വായനയും പഠിത്തവും തുടങ്ങുന്നത്. Now you are studying, reading, just write the exams. But later you will decide, ഇത് പോരാല്ലോ. അന്നേരം ചില പേരുകൾ നിങ്ങൾ കാണാം. One is Stephen Greenblatt, Grenebratt, Stephen Greenblatt. Then of course Michel Foucault. Then you have Clifford Geertz, Geertz, Clifford Geertz. Then you have Louis Montrose, Montrose, Louis Montrose. Then you have Catherine Gallagher, Gallagher. Then you have Jonathan Dollimore, Dollimore, Jonathan Dollimore. And Jerome McCann, MCANN, Jerome McCann. These are important writers. നിങ്ങൾ ഭാവിയിൽ ഇവരെ ന്യൂ ഹിസ്റ്റോറിസത്തിന്റെ ഭാഗമായിട്ട് മാത്രമല്ല, when you study Shakespeare, when you study the modern poets, എല്ലാം ഈ പേരുകൾ പല
തലങ്ങളിൽ കൂടി പൊന്തിവരാൻ സാധ്യതയുണ്ട്. യു കൻ ഗോ ടു ദി ഇന്റർനെറ്റ്, ജസ്റ്റ് ഒന്ന് പേരടിച്ചു കൊടുത്താൽ ബേസിക് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണ്ടത് കിട്ടും. Now, Michel Foucault. Please don't be under the impression that Michel Foucault was a founder of new historicism. No. Actually, new historicism, I told you earlier, was a product starting from cultural materialism, etc., etc. But why is Michel Foucault so important in cultural materialism and new historicism? Because Michel Foucault was a versatile genius. വളരെ versatile ആയിരുന്നു. എന്തിനെ പറ്റിയും അദ്ദേഹം എഴുതി. He was born into a doctor family. His parents wanted him to be a doctor. Very rich family. But he was not interested. So he went to Paris to study. അവിടെ വെച്ച് അദ്ദേഹം കാട് കയറി വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തു. അതിൽ നിന്ന് അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ഒരു വിജ്ഞാന ഭണ്ഡാരമാണ്. ആ ഭണ്ഡാരത്തിൽ Foucault created a lot of new terms and neologisms. Neologisms. Neologisms, നവപദങ്ങൾ. അങ്ങനെയാണല്ലോ വലിയ ആൾക്കാരെല്ലാം പുതിയ പദങ്ങൾ ഉപയോഗിക്കും. But these words he made not for new historicism. ന്യൂ ഹിസ്റ്റോറിസത്തിന് വേണ്ടി ഉണ്ടാക്കിയ പദങ്ങളല്ല. പക്ഷേ the new historians understood that these terms and ideas created by Michel Foucault are so very important in the growth of new historicism, and therefore many critics appropriated and assimilated the ideas of Michel Foucault into new historicism. അദ്ദേഹത്തിന്റെ ആശയങ്ങളെ സ്വാംശീകരിച്ചു, ഉൾക്കൊണ്ടു, ആവാഹിച്ചു. രണ്ട് സിനിമയുടെ കാര്യം ഞാൻ ഒരു ചെറിയ എക്സാമ്പിൾ ആയിട്ട് പറയാം. One is quite an old movie called പെരുവണ്ണാപുരത്തെ വിശേഷം, which had Jairam, Parvati, etc. And the quite അത്ര പുതിയല്ല modern film is Summer in Bethlehem, which had Jairam, Suresh Gopi, Manju Warrier, etc. രണ്ടും നരക്കേടില്ല ഓടിയ സിനിമകളാണ്. Now in both these films ഒരു പ്രത്യേകതയുണ്ട്. In the climax, for about 10 minutes you have the appearance of Mohanlal. എനിക്കറിയാം ഈ ഗ്രൂപ്പിലെ മോഹൻലാൽ ഫാൻസ് ധാരാളം കാണും. ഞാൻ ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കുമ്പം അറിയാതെ എന്തെങ്കിലും ആന്റി മോഹൻലാൽ പറഞ്ഞ ഉടൻ തന്നെ ഓരോരുത്തരുടെ മുഖമൊക്കെ ഇയാളെ പിന്നെടുത്തോളാം എന്ന രീതിയിലൊക്കെ പെരുമാറുന്ന കാണും. അപ്പം എനിക്കറിയാം കുറെ ഫാൻസ് ഉണ്ട്. പക്ഷെ ജസ്റ്റ് ഇമാജിൻ ദോസ് ടു ഫിലിംസ്. ലാസ്റ്റ് ടുവേർഡ്സ് എ ക്ലൈമാക്സ് യു ഹാവ് ദി എൻട്രൻസ് ഓഫ് മോഹൻലാൽ. ഗസ്റ്റ് അപ്പിയറൻസ് ആണ്. പക്ഷെ നല്ലൊരു ശതമാനം ആൾക്കാരും പ്രത്യേകിച്ച് മോഹൻലാൽ ഫാൻസ് അവരെന്താ പറയുന്നത്? ദേ ക്ലെയിം ദാറ്റ് മോഹൻലാൽ ഹൈജാക്ട് ദ ഫിലിം. ഈ 10 മിനിറ്റ് കൊണ്ട് മോഹൻലാൽ ആ പടത്തിനെ കൈപ്പിടിയിലാക്കി. മോഹൻലാൽ ഹീറോ ആയി, മറ്റൊരു മുങ്ങിപ്പോയി എന്ന് പറയും. ഞാനിത് എക്സാമ്പിൾ പറഞ്ഞ എന്താണ്? ഇത് തന്നെയാണ് ന്യൂ ഹിസ്റ്റോറിസത്തിൽ സംഭവിച്ചത്. Michel Foucault was not in any way directly involved with new historicism, but because many of the terms and the phrases and neologisms that he created were appropriated and assimilated by the new historicists, Michel Foucault താരമായി. അപ്പൊ ന്യൂ ഹിസ്റ്റോറിസം പറയുമ്പം ആൾക്കാർ പെട്ടെന്ന് മിഷേൽ ഫൂക്കോ എന്ന് പറയും. അല്ലാതെ ഗ്രീൻ ബ്ലാറ്റും മൺറോസും കാലഗറും ക്ലിഫോർഡ് ഗേറ്റ്സും ഡോളിമോറും ഒക്കെ പിന്നെ പറയത്തുള്ളൂ. ആക്ച്വലി അവരാണ് ഈ ഏരിയ കൂടുതൽ വർക്ക് ചെയ്തത്. ബട്ട് മിഷേൽ ഫൂക്കോ ഒരു മോഹൻലാലായി മാറുന്നത് നമുക്ക് കാണാം. പ്രത്യേകിച്ച് 3 ടേംസ് മിഷേൽ ഫൂക്കോയിലേക്ക് വരാം. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ 3 പദങ്ങൾ
3 words he created in his general writing. You all know that Michel Foucault was very, very versatile. He was born into a very rich family of doctors. France, his parents wanted him to be a doctor, but he wanted to study philosophy and not science. He joined the most prestigious institutes in France, studied. പക്ഷെ എപ്പോഴും അദ്ദേഹത്തിന്റെ ചിന്തകൾക്ക് ഒരു എക്സെൻട്രിസിറ്റി ഉണ്ടായിരുന്നു, ഒരു അരക്കിറുക്കുണ്ടായിരുന്നു, ഒരു എബറേഷൻ ഉണ്ടായിരുന്നു. ദാറ്റ് മീൻസ് ഹി നെവർ തോട്ട് ഓൺ കൺവെൻഷണൽ ലൈൻസ്. ഒരു കൺവെൻഷണൽ യാഥാസ്ഥികമായ അല്ലെങ്കിൽ സ്ഥിരം രീതികളിൽ അദ്ദേഹം ചിന്തിക്കത്തേയില്ല. ഹി വാസ് ഓൾവേസ് ഫൈറ്റിംഗ്, ക്വസ്റ്റ്യനിങ് എക്സെട്ര. നിങ്ങൾക്ക് ചരിത്രം അറിയാം. അദ്ദേഹവും സാക്ഷാൽ ജാക്ക് ഡെറീഡയും നടത്തിയിട്ടുള്ള വഴക്ക്, അദ്ദേഹവും ഇന്ന് ജീവിച്ചിരിക്കുന്ന മഹാനായ ചോംസ്കി ആയിട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള വഴക്കുകളൊക്കെ പ്രസിദ്ധവും കുപ്രസിദ്ധവുമാണ്. സോ ഇദ്ദേഹത്തിന്റെ എഴുത്തിൽ അദ്ദേഹം 3 പദങ്ങൾ, ഒരുപാടുണ്ട്, ബട്ട് 3 powers, 3 words which he created. നമുക്കൊക്കെ അറിയാം ഈ വേർഡ്. പക്ഷെ അതിന് ന്യൂ ഹിസ്റ്റോറിസത്തിൽ വലിയ വെയിറ്റേജ് വന്നു. ദീസ് 3 words ആർ പവർ, knowledge and discourse. 3 പദം സിമ്പിൾ കേൾക്കുമ്പോൾ പവർ, അധികാരം. But what Michel Foucault did is, Michel Foucault linked power and knowledge. നമ്മൾ വേറെ രീതിയിൽ ഒരു കൺവെൻഷണൽ കൊട്ടേഷൻ പോലെ നമ്മൾ പറയും, ഒരു പഞ്ച് ലൈൻ ആയിട്ട് പറയും, നോളജ് ഇസ് പവർ, നോളജ് ഇസ് പവർ. നമ്മൾ ഇന്നും പറയാറുണ്ട്. Michel Foucault argued that power operates not through the army and navy and the police and the court, etc., but power operates through knowledge. അധികാര ശ്രേണി നിയന്ത്രിക്കുന്നത് വിജ്ഞാനമാണ്, നോളജ്. A few days back, I was listening to an old speech by Yusuf Malala, the Nobel Prize winning young girl from Pakistan. She was speaking to the Canadian Parliament. And Trudeau, Prime Minister, had conferred an honorary citizenship of Canada, and she was speaking there. The most important request she made to Canadian rulers is that please make education up to class 12 compulsory for girls. പെൺകുട്ടികൾക്ക് ക്ലാസ് 12 വരെയുള്ള വിദ്യാഭ്യാസം കമ്പൽസറി ആക്കണം. അതിനു വേണ്ട എല്ലാ രാജ്യങ്ങളും ചെയ്യണം. എന്നിട്ട് അവർ ഒരുപാട് കണക്ക് കാണിക്കുന്നുണ്ട്. ഈ +2 പാസ്സാവുന്ന ഗേൾസ് ഉള്ള നാടിന്റെ വളർച്ചയുടെ ഡൈമെൻഷൻ ഇസ് സോ ഗ്രേറ്റ്. You slowly rise up the ladder of power through knowledge. Knowledge and power, 2 words. And then, of course, the term discourse. വ്യവഹാരം. ഇത് 3 പദങ്ങളെ Michel started analyzing, discussing these words in new styles, new formats, new dimensions. This certainly influenced historicist theory. And they tried to find out how power manifests itself or operates. അധികാരം എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്ന് പഠിക്കാൻ തുടങ്ങി. വാദിച്ചത് ഡിസ്കോഴ്സ്, നേരത്തെ പറഞ്ഞു വ്യവഹാരം. ബുക്ക് പറഞ്ഞു ഒരു പ്രക്രിയയാണ്. ഇറ്റ്സ് എ പ്രോസസ്. എങ്ങനെ? ഓഫ് പ്രൊഡ്യൂസിങ് ആൻഡ് ഡിസ്പ്ലേയിങ് നോളജ്. ജ്ഞാനം പുറത്തേക്ക് കൊണ്ടുവരാനുള്ള
തന്ത്രമാണ്. അത് പല രീതിയിലാണ്. ഇറ്റ് കൻ ബി ഇൻ ദ ഫോം ഓഫ് ഈവൻസ്, ഇറ്റ് കൻ ബി ഇൻ ദ ഫോം ഓഫ് സ്റ്റേറ്റ്മെന്റ്സ്, it will be in the form of quotations, it can be in the form of art pieces. ഇപ്പൊ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാം, നിങ്ങളെല്ലാവരും ഡാവിഞ്ചി കോഡ് വായിക്കോ, കാണുമോ, കേൾക്കോ ഒക്കെ ചെയ്തു. ഡാവിഞ്ചി കോഡ്, ആ ഡാവിഞ്ചി കോഡ് എന്തെല്ലാം വ്യാഖ്യാനങ്ങളിലേക്ക് കൊണ്ടുപോകാൻ. ഫേമസ് ആയിട്ടുള്ള അതിനകത്തെ മൊണാലിസ പെയിന്റിങ്, ലാസ്റ്റ് സപ്പർ പെയിന്റിങ്, ഈ പെയിന്റിങ്ങിന്റെ ഓരോ തലങ്ങളിനെയും ഒരു ഡിസ്കോഴ്സ് ആക്കി, ഒരു വ്യവഹാരമാക്കി മാറ്റി. മൊണാലിസയുടെ ചിരി പോലും ഒരു ഡിസ്കോഴ്സായി, ഒരു വ്യവഹാരം. ലാസ്റ്റ് സപ്പറിനകത്തെ ജൂഡാസിന്റെ കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചേക്കുന്നത് ഒരു കത്തിയാണോ കയ്യിൽ എന്ന് ഒരു വ്യാഖ്യാനം വന്നു. പിന്നെ ഈ സൗന്ദര്യത്തിനെ പറ്റി, ഗോൾഡൻ റൂൾ, ഗോൾഡൻ റേഷ്യോയെ പറ്റി അത് ഡിസ്കോസ് ആയിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഡിസ്കോഴ്സസ് ക്യാൻ ബി ഇൻ വേരിയസ് ഫോംസ്. When it is used in different areas like medicine, religion, rule of law, constitution, etc., it is used in the form of language. ഭാഷ വഴിയാണ് ഇതെല്ലാം ഉപയോഗിക്കപ്പെടുന്നത്. നേരത്തെ നമ്മൾ കണ്ടു വെബ് ഓഫ് ലാംഗ്വേജ്, വെബ് ഓഫ് ലാംഗ്വേജ്, ലാംഗ്വേജിന്റെ പ്രഹേളിക, ഓർ ലാബ്രിന്തൈൻ വെബ് ഓഫ് ലാംഗ്വേജ്. നമുക്ക് തുടക്കവും ഒടുക്കവും ഒന്നും കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥ. അപ്പം ഇതെല്ലാം വളരെ വളരെ ഇമ്പോർട്ടൻറ്റ്. എപ്പിസ്റ്റമോളജി, ആ വാക്കൊന്ന് മനസ്സിൽ വെച്ചു. എപ്പിസ്റ്റമോളജി, എപ്പിസ്റ്റമോളജി is the study of knowledge, or the world of knowledge. അപ്പൊ എപ്പിസ്റ്റമോളജി consists of so many epistemes, disciplines, subjects, areas. ഇതെല്ലാം കൂടെ ചേരുന്നതാണ് എപ്പിസ്റ്റമോളജിയുടെ ഈ ലോകം. അപ്പൊ യു കൻ ഇമാജിൻ ദി എപ്പിസ്റ്റമോളജി ടു ബി എ സിസ്റ്റം. ഒരു സിസ്റ്റമാണ്, ഒരു ഗോളമാണ്, ഒരു മിൽക്കി വേ ആണ്. അവിടെ നീന്തി തുടിക്കുന്ന എപ്പിസ്റ്റീമുകൾ, പരൽമീനുകളെ പോലെ നീന്തി തുടിക്കുന്ന എപ്പിസ്റ്റീമുകൾ. ഈ ഓരോ എപ്പിസ്റ്റീമുകളും ഓരോ ഡിസ്കോഴ്സ് ആണ്. Every episteme is a discourse, and these discourses interact and interface and intermingle and commingle with each other, creating new discourses. ഇപ്പം തന്നെ നമ്മൾ ഡോക്ടർമാരുടെ സ്പെഷ്യലൈസേഷൻ കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോവും. ചില വലിയ ആശുപത്രി ചെന്ന് കഴിഞ്ഞാൽ സ്പെഷ്യലൈസേഷൻ നമ്മൾ വിക്കിപീഡിയ നോക്കിയാൽ ഇത് എന്തുവാന്ന് മനസ്സിലാവും. മൈക്രോ സ്പെഷ്യലൈസേഷൻ. These are all discourses. So you cannot escape the influence of all these. Therefore, the terms like power, knowledge, discourse, epistemology, episteme, ഈ വാക്കുകളെല്ലാം ന്യൂ ഹിസ്റ്റോറിസിസ്റ്റ് ക്രിറ്റിക്സ് കടം കൊടുത്തു. And they decided to use all these Foucault terms to read history. ഇനി മുതൽ ചരിത്രം വായിക്കുമ്പോൾ ഫൂക്കോയുടെ ഈ പദങ്ങൾ ഉപയോഗിച്ച് വായിക്കണം എന്നവര് തീരുമാനിച്ചു. ഫൂക്കോയുടെ ഒരു പുസ്തകത്തിന്റെ പേര് തന്നെ ദി ആർക്കിയോളജി ഓഫ് നോളജ് എന്ന്. ദി ആർക്കിയോളജി ഓഫ് നോളജ്, ജ്ഞാനത്തിന്റെ പുരാവസ്തു സ്വഭാവം. ആർക്കിയോളജി ഓഫ് നോളജ്. അപ്പം ഇച്ചിരി ഒന്ന് മാറി ചിന്തിച്ചു വരാം. ഡെറീഡ
ഫൂക്കോയെ പറയുമ്പോൾ ഡെറീഡ തൊടാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, അത്ര മിത്രങ്ങളും ശത്രുക്കളുമായിരുന്നു. ഡെറീഡ നിങ്ങൾക്ക് പഠിക്കാനുള്ള എസ്സേ എനിക്കൊന്ന് സയൻസ് സിഗ്നിഫൈ ആൻഡ് പ്ലേ ഇൻ ദ ലാംഗ്വേജ് ഓഫ് ദ ഹ്യൂമൻ സയൻസ് ആയിരുന്നിരിക്കണം. ഓക്കെ, ആയിരിക്കുമെന്ന് ഞാൻ കരുതിക്കൊണ്ട് പറയാം. ഡെറീഡ അതിനകത്ത് പറയുന്നത് എന്താണ്? An event has taken place. An event has taken place, and this has led to a rupture, break, gap, fissure. And this rupture has led to a doubling. കേട്ടോ, ഒരു സംഭവം നടന്നിരിക്കുന്നു. ആ സംഭവം ഒരു മുറിവ് അല്ലെങ്കിൽ ഒരു റപ്ചർ, ഒരു ബ്രേക്ക് ഉണ്ടാക്കിയിരിക്കുന്നു. ആ മുറിവ് ഡബ്ലിംഗ്, ഇരട്ടിപ്പിക്കലിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പൊ എന്താണ്? ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു. ആ സംഭവമാണ് ഈ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റിയിൽ ഡെറീഡ ചെയ്ത എസ്സേ ആണ് ഒരു സംഭവം. നമ്മൾ മനസ്സിലൊന്ന് സങ്കല്പിച്ച് നോക്കി, ചെടിക്ക് വെള്ളമൊഴിക്കുന്ന ഓസിനകത്തൂടെ വെള്ളം ഇങ്ങനെ വരികയാണ്, ഒരറ്റത്തൂടെ പുറത്തേക്ക് പോകും. നമ്മുടെ ഈ ഓസിലൊരു പൊട്ടലുണ്ടായാൽ എന്ത് പറ്റും? മെയിൻ ഹോളിൽ കൂടെയും വെള്ളം പോവും, ഈ പൊട്ടിയിടത്തൂടെയും വെള്ളം പോവും. അപ്പൊ എന്തായിരിക്കും അത്? അതൊരു ഡബ്ലിംഗ് ആണ്. ഒരു ഈവന്റ് ഉണ്ടായി, ഒരു പൊട്ടലുണ്ടായപ്പോൾ ഡബ്ലിംഗ്, ഇരട്ടിക്കൽ വന്നു. ആ ഇരട്ടിക്കൽ എന്താണ്? വൺ ഇസ് സ്ട്രക്ചറലിസം ആൻഡ് ദി അതർ ഇസ് പോസ്റ്റ് സ്ട്രക്ചറലിസം ഓർ ഡീകൺസ്ട്രക്ഷൻ. ഫൂക്കോയും ഈ ആർക്കിയോളജി എന്ന് പറയുന്ന ആശയം ഉപയോഗിച്ചിട്ട് ഫൂക്കോയും പറയുന്നത് എന്താണ്? ഈ ആർക്കിയോളജിസ്റ്റുകൾ ചെയ്യുന്നത്? വാട്ട് ഡു ആർക്കിയോളജിസ്റ്റ് ഡു? പുരാവസ്തുക്കൾ പഠിക്കുന്നവരെന്താണ് ചെയ്യുന്നത്? ദേ ഗോ ടു എ പ്ലേസ് ആൻഡ് ദേ ഡിഗ് അപ്പ് സംതിങ്. ഇപ്പം ഉദാഹരണത്തിന്, യു ഹാവ് ഓൾ ഹേർഡ് ഓഫ് ദി ഫേമസ് യൂണിവേഴ്സിറ്റീസ് ഓഫ് നളന്ദ ആൻഡ് തക്ഷശീല. ഇന്ത്യയുടെ പൗരാണിക കാലത്തെ യൂണിവേഴ്സിറ്റീസ് ആണ് നളന്ദ ആൻഡ് തക്ഷശീല. ബട്ട് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ആർക്കിയോളജിസ്റ്റുകൾ അവിടെ തുരന്ന് നോക്കി കണ്ടുപിടിച്ചപ്പോൾ അവര് പറഞ്ഞ പല കാര്യങ്ങളിൽ ഒന്ന് വളരെ സ്ട്രേഞ്ച് ആണ്, കേൾക്കുമ്പോൾ അത്ഭുതം. they said that one of the reasons for the decline and fall of the two universities is that these universities did not have a kitchen. ഈ സർവകലാശാലകളുടെ ഒരു സ്ഥലത്തും ഒരു അടുക്കള കണ്ടില്ല. ഒരു അടുക്കള ഇല്ലെന്ന് പറഞ്ഞ് യൂണിവേഴ്സിറ്റി തകരും. എന്താ അവരുടെ വാദം? യൂണിവേഴ്സിറ്റീസിൽ അടുക്കള ഇല്ലാത്തിരുന്നുകൊണ്ട് അവിടുത്തെ വിദ്യാർത്ഥികളായ ഭിക്ഷുക്കൾ രാവിലെ ഭക്ഷണം അന്വേഷിച്ച് ഭിക്ഷുക്കൾ ഇങ്ങനെ വീടുകളെല്ലാം കയറി നടന്നു പഠനത്തിന് മുമ്പ്. വൈകുന്നേരം ഇത് വേണം. എത്ര നാൾ ഇത് സഹിക്കും ആൾക്കാർ? എന്നും ഇങ്ങനെ രാവിലെ നിങ്ങളുടെ വീട്ടിന് മുമ്പിൽ ഒന്ന് ഭിക്ഷയാചിക്കുക. ഇത് പക്ഷെ കോളേജിലൊരു യൂണിവേഴ്സിറ്റിയിലൊരു അടുക്കള ഉണ്ടായിരുന്നു, അവിടുന്ന് തന്നെ ഭക്ഷണം കിട്ടുമായിരുന്നെങ്കിൽ പ്രോബ്ലം ഇല്ലായിരുന്നു. സോ ദീസ് ആർക്കിയോളജിസ്റ്റ് ക്ലെയിം ദാറ്റ് മെനി റീസൺസ് ഉണ്ട്. ഇതൊരു മൈനർ റീസൺ ആണ്. ബട്ട് വൺ റീസൺ ഇസ് ദാറ്റ് there were no kitchens. അപ്പൊ ആർക്കിയോളജിക്കാരെന്താണ് ചെയ്തത്? നളന്ദ തക്ഷശീല എന്ന് പറയുന്ന ചരിത്ര മുഹൂർത്തത്തിലെ ഒരു കണിക, അടുക്കളയില്ലായ്മ എന്ന് പറഞ്ഞ കണിക എടുത്തിട്ട് പഠിച്ച് ഒരു സൊല്യൂഷനിലേക്ക് എത്തുന്നു. ഇതാണ് ആർക്കിയോളജിക്കൽ സ്റ്റഡി. ഫോസിൽസ്, പാലിയന്റോളജി, ഫോസിൽസിനെ പറ്റിയുള്ള പഠനം. ഫോസിൽസ് അങ്ങനല്ലേ? നമ്മൾ മൊഹൻജദാരോ ഹരപ്പയിൽ നിന്ന് ആർക്കിയോളജിക്കൽ സ്റ്റഡി, ദ ഡാൻസിങ് ഗേൾ ഓഫ് ലോത്തലിലെ നർത്തകിയായ പെണ്ണിന്റെ ഒരു ശില്പം. അപ്പൊ നമ്മൾ കണ്ടുപിടിച്ചു ആ കാലത്ത് ഡാൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഓർണമെന്റ്സിന്റെ കണ്ടിട്ട് നമ്മൾ തീരുമാനിച്ചു ആ കാലത്ത് പുരുഷന്മാരും വളയിടുമായിരുന്നു. See, you get all this information from archaeological exhibits. ഫൂക്കോ പറയുന്നത് ഹിസ്റ്ററിയെ പഠിക്കുന്നതും ഈ ആർക്കിയോളജിക്കൽ മെത്തേഡ്സും കൂടെ ഉപയോഗിച്ചിട്ടായിരിക്കണം. ബിക്കോസ് നേരത്തെ ഹിസ്റ്ററി ഈസ് നോട്ട് ലീനിയർ, ഹിസ്റ്ററി ഈസ് നോട്ട് പ്രോഗ്രസീവ്, ഇറ്റ് ഇസ് നോട്ട് ഓൾവേസ് ഗോയിങ് ഫോർവേഡ്.
It is filled with ruptures and breaks and gaps and silences and fissures. കണ്ടിന്യൂറ്റി ഇല്ല. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് കിട്ടുന്ന എക്സിബിറ്റ്സ്, ആർക്കിയോളജിക്കൽ എവിഡൻസസ് വെച്ചിട്ട് അതിനെ പഠിക്കണം. അതാണ് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു പുസ്തകത്തിന്റെ പേര് തന്നെ എങ്ങനെയാണ്? ദി ആർക്കിയോളജി ഓഫ് നോളജ്. അപ്പം ഈ ഐഡിയാസ്, പവർ, നോളജ്, ഡിസ്കോഴ്സ്, ആർക്കിയോളജിക്കൽ മെത്തേഡ്, all these terms which were seen in the works of Michel Foucault were appropriated and assimilated by the new historicists. So in that sense, Michel Foucault is, ഈ എക്സാമ്പിളൊക്കെ എനിക്ക് ഇന്ന് പറയാൻ പറ്റുന്നത് കൾച്ചറൽ സ്റ്റഡീസിന്റെ വളർച്ച കൊണ്ടാണ്. പണ്ട് ഒരു കോളേജിന്റെ ക്ലാസ്സിൽ മോഹൻലാൽ, പ്രേം നസീർ, മെയിൻ സ്ട്രീം സിനിമയുടെ കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ ഒരു നിലവാരമില്ലാത്ത അധ്യാപകനാണെന്ന് ആൾക്കാർ പറയും. അടൂർ ഗോപാലകൃഷ്ണനെ പറ്റി പറയും, ജോൺ എബ്രഹാമിനെ പറ്റി പറയും. But with the coming of cultural studies, with the coming of popular culture studies, ഇതൊക്കെ ക്ലാസ്സിൽ പറയാം. ആൾക്കാരിന്ന് ഗവേഷിക്കുന്ന അത്തരം വിഷയങ്ങളെ പറ്റിയാണ്. സിനിമാ ഗാനങ്ങളെ പറ്റി PhD ചെയ്യുന്നു, പോപ്പുലർ സിനിമയിലെ കോസ്റ്റ്യൂംസിനെ പറ്റി പഠിക്കുന്നു, പോപ്പുലർ മെയിൻ സ്ട്രീം സിനിമയിലെ BGMസിനെ പറ്റി ഗവേഷിക്കുന്നുണ്ട്. പണ്ടൊന്നും യു കനോട്ട് ഇമാജിൻ. അതുകൊണ്ട് ഞാനും പറയുന്നതാണ്, ഈ ന്യൂ ഹിസ്റ്റോറിസത്തിലെ ഒരു മോഹൻലാൽ ആയിരുന്നു മിഷേൽ. അപ്പം നമുക്ക് പഠിക്കാനുള്ളത് മിഷേൽ ഫൂക്കോയുടെ വാട്ട് ഈസ് എൻ ഓഥർ എന്ന് പറയുന്ന പുസ്തകമാണ്. അതുകൊണ്ട് ആ എസ്സേയിലേക്ക് വരുന്നതിന് മുമ്പ് we have to look at Michel Foucault. അയാൾ എന്തല്ലായിരുന്നു? He was a philosopher, a critic, writer of books on psychology, medicine, madness, etc. etc. അപ്പം അങ്ങനെ അദ്ദേഹത്തിന്റെ ആർക്കിയോളജി ഓഫ് ദ ഹ്യൂമൻ സയൻസസ്, ആർക്കിയോളജി ഓഫ് നോളജ്, ഹിസ്റ്ററി ഓഫ് സെക്ഷുവാലിറ്റി, ഇതെല്ലാം പുസ്തകങ്ങളുടെ പേരുകളാണ്. ആർക്കിയോളജി ഓഫ് ദ ഹ്യൂമൻ സയൻസസ്, ആർക്കിയോളജി ഓഫ് നോളജ്, ഹിസ്റ്ററി ഓഫ് സെക്ഷുവാലിറ്റി. മരിച്ചപ്പോഴും അദ്ദേഹം 3 volumes ആണ് ഉദ്ദേശിച്ചത്, ബട്ട് ഇറ്റ്സ് നോട്ട് കംപ്ലീറ്റ്. മാത്രമല്ല മിഷേൽ ഫൂക്കോ ഒരു ശാഠ്യം പിടിച്ചു, ഞാൻ മരിച്ചു കഴിഞ്ഞ് എൻ്റെ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തത്. ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് മാനുസ്ക്രിപ്റ്റുകളും രചനകളും കുറിപ്പുകളും കാണും പബ്ലിഷ് ചെയ്തത്. ഇതുവരെ ആരും ചെയ്തിട്ടില്ല, ബട്ട് മേ ബി സം ഡേ. നിങ്ങൾക്കൊക്കെ അറിയാം ദ സ്റ്റോറി ഓഫ് ഫ്രാൻസ് കാഫ്ക. കാഫ്ക, ദി ഗ്രേറ്റ് യൂറോപ്യൻ ഓഥർ ഓഫ് മെറ്റമോർഫോസിസ് ആൻഡ് അമേരിക്ക ആൻഡ് ട്രയൽ ആൻഡ് കാസൽ. അദ്ദേഹം ഒന്നും പബ്ലിഷ് ചെയ്തില്ല അദ്ദേഹം ജീവിച്ചിരുന്ന കാലം. മരിക്കുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹത്തിന്റെ സുഹൃത്തായ മാക്സ് ബ്രോഡിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതെല്ലാം കത്തിച്ചു കളഞ്ഞേക്കണം, ഒന്നും പബ്ലിഷ് ചെയ്യും. മാക്സ് ബ്രോഡ് കത്തിക്കുന്നതിന് മുമ്പ് ഒന്നുകൂടെ നോക്കിയേക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഞെട്ടി. റെസ്റ്റ് ഇസ് ഹിസ്റ്ററി. Now when you discuss about modern novels, you cannot ignore 2 names, Franz Kafka and Albert Camus, CAMUS. ചരിത്രം. സോ ഇനി ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ വന്നേക്കാം, ന്യൂ വർക്ക്സ് മേക്കാം. ഇനി ഒരുപാട് കുറിപ്പുകളുണ്ട് അദ്ദേഹത്തിന്റെ ഗവേഷണത്തിന് വേണ്ടി. അദ്ദേഹം പ്ലെന്റി ഓഫ്, ഇപ്പം തന്നെ നിങ്ങൾ പത്രത്തിൽ വായിച്ചില്ലേ കഴിഞ്ഞ ദിവസം, സ്റ്റീഫൻ ഹോക്കിംഗ്, ഫേമസ് സയന്റിസ്റ്റ്, വീൽ ചെയർ സയന്റിസ്റ്റ് നമ്മൾ പറയും, സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ എല്ലാ പുസ്തകങ്ങളും ലേഖനങ്ങളും കുറിപ്പുകളും പൊതുജനത്തിന് കാണാവുന്ന രീതിയിൽ കേംബ്രിഡ്ജ് ലൈബ്രറി വെച്ചിരിക്കുന്നതാണ്. സോ പലരുടെയും കുറിപ്പുകൾ വളരെ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഹെഗലൊക്കെ പറയുന്ന തൊട്ട് തീസിസ്, ആന്റിതീസിസ്, സിന്തസിസ്. പല ഗ്രേറ്റ് തിങ്കേഴ്സ് ദേ ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് എൻ ഐഡിയ, തീസിസ്,
But then they feel that it is wrong and they go to the antithesis. And then finally a great discovery or an invention comes, which is thesis. ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന വലിയ ഭാഗ്യങ്ങളാണ്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ഹിസ്റ്ററി ഓഫ് സെക്ഷുവാലിറ്റി, ദി ഓർഡർ ഓഫ് തിങ്സ്, ഫേമസ് ആയിട്ടുള്ള പുസ്തകമാണ്. 1975 അദ്ദേഹത്തിന്റെ ഡിസിപ്ലിൻ ആൻഡ് പണിഷ്, അത് പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ്. ഒരു പോയിന്റ് കൂടെ പറഞ്ഞിട്ട് ഇന്നത്തെ നമുക്ക് നിർത്തിയിട്ട് വിൽ കം ബാക്ക് ഓൺ 4th ആണെന്ന് തോന്നുന്നു. സമയം 2 hours നിർത്തണമെന്നാണല്ലോ. ഇന്നത്തെ നഷ്ടപ്പെട്ടത് അടുത്ത ദിവസം ഞാൻ മേക്കപ്പ് ചെയ്യാൻ ലാൽ സാറിനോട് പറയാം. ഒരു പോയിന്റ് കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഒരു 17th century ചിന്തകനുണ്ട്, ജെർമി ബെൻതാം, BENTHAM, ബെൻതാം. ബെൻതാമിന്റെ ഒരു പദമാണ് പെനോപ്റ്റിക്കോൺ. അന്നത്തെ ഒരു ഡിസൈനാണ്, ഒരു ഡിസൈൻ. അതായത് കെട്ടിടം പണിയുമ്പോൾ യു ഫോളോ ദിസ് പെനോപ്റ്റിക്കോൺ ഡിസൈൻ. എന്നുവെച്ചാൽ എല്ലാ കെട്ടിടങ്ങളും, വലിയ കെട്ടിടങ്ങൾ പണിയുമ്പം യു ബിൽഡ് ഇറ്റ് ഇൻ സച്ച് എ വേ that it can be monitored from one place. എല്ലാ സ്ഥലങ്ങളും ഒരിടത്തുനിന്ന് മോണിറ്റർ ചെയ്യാം. അപ്പൊ മിഷേൽ ഫൂക്കോ ഈ ആശയം എടുത്തിട്ട് പറയുകയാണ്, this is one way of seeing how power operates. He says, if you look at the modern hospitals, modern jails, modern education institutions, എവിടെ നോക്കിയാലും panopticon design ആണ്. That is, the head of the institution is in a position to view everything and see everything, and therefore, that's the main point, and therefore, even if there is no one there to behave because you feel that you are being watched, you are under surveillance. ഈ പെനോപ്റ്റിക്കോൺ ഡിസൈനിലുള്ള കെട്ടിടത്തിന്റെ പ്രത്യേകതയാണ്, നിങ്ങൾ എപ്പോഴും സർവെയിലൻസിലാണ്. പക്ഷെ സർവേ ആരും ചെയ്യുന്നില്ലെങ്കിലും നിങ്ങൾ ഡീസന്റ് ആയിട്ട് പെരുമാറും. ഇപ്പൊ നിങ്ങൾ വലിയ കെട്ടിടങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ യു അൺനോയിങ്ലി ബിഹേവ് ഡീസന്റ്ലി ബിക്കോസ് യു ഫീൽ ദറ്റ് യു ആർ ബീങ് ലുക്ഡ് അറ്റ് ബൈ ദി ക്യാമറ. ചിലപ്പം ക്യാമറ ആരും നോക്കുന്ന പോലും ഉണ്ടാവില്ല, ബട്ട് നോക്കുന്നുണ്ട്. അപ്പം ഈ ഉയരേന്ന് നമ്മളെ നോക്കുന്നു, ഇതൊരു പവർ സ്ട്രക്ചറാണ്. കണ്ടോ എങ്ങനെയാണ് ഫൂക്കോ ആശയങ്ങളുണ്ട്. സോ ദിസ് ഇസ് എ പവർ സ്ട്രക്ചർ. നമ്മൾ കഴിഞ്ഞ ദിവസം ഗ്രാംഷിയുടെ ഹെജിമണി കണ്ടു. ഹെജിമണി എങ്ങനെയാണ് അധികാരം നമ്മൾ അറിയാതെ നമ്മളെ ഭരിക്കുന്നതെന്ന് പറഞ്ഞു, പവർ വരുന്നത്. അതുപോലെയാണിത്. വെൻ യു ഫീൽ ദറ്റ് യു ആർ ഓൾവേസ് അണ്ടർ സർവൈലൻസ്, യു ഓട്ടോമാറ്റിക്കലി fall into the trap of power. അധികാരത്തിന്റെ തടവിൽ നിങ്ങൾ വീഴുകയും അതിനെ അനുസരിച്ച് അടിമയെ പോലെ പോവുകയും ചെയ്യും. സോ ദ പെനോപ്റ്റിക്കൻ, ബെൻതാം എന്ന് പറയുന്ന ആ പഴയ 17th century ഐഡിയ ആണ് എടുത്തിരിക്കുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. സോ വെരി ഫേമസ് ബുക്സ് മിഷേൽ ഫൂക്കോ എഴുതിയിട്ടുണ്ട്. ആർക്കിയോളജി ഓഫ് ഹ്യൂമൻ സയൻസസ്, ആർക്കിയോളജി ഓഫ് നോളജ്, ഹിസ്റ്ററി ഓഫ് സെക്ഷുവാലിറ്റി, ദി ഓർഡർ ഓഫ് തിങ്സ്, ഡിസിപ്ലിൻ ആൻഡ് പണിഷ്, and plenty of books on small subjects അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഇരുന്നപ്പോൾ the great French thinker and writer called Roland Barthes, ROLAND-BARTHES, Roland Barthes, very famous structuralist thinker, ഘടനാവാദിയാണ്. റൊളാൻഡ് ബാർത്ത് ധാരാളം അറിയാമല്ലോ, ഇഷ്ടം പോലെ പ്ലഷർ ഇൻ ദ ടെക്സ്റ്റ്, മിത്തോളജീസ് ഒക്കെ എഴുതിയാൽ. ഹി റോട്ട് എൻ എസ്സേ, ദ ഡെത്ത് ഓഫ് ദി ഓഥർ. ദ ഡെത്ത് ഓഫ് ദി ഓഥർ. അദ്ദേഹം അതിന് മുമ്പ് കുറെ കാര്യം വരുന്നുണ്ട്. ദർ ആർ 2 types of texts. One is a readerly text and the other is the writerly text. 2 തരം ടെക്സ്റ്റുകളുണ്ട്. One is readerly, എന്നുവെച്ചാൽ വായിച്ച് അപ്പോഴേ മറക്കുക. അത് ഇസ് എ റൈറ്റേർലി, നിങ്ങൾ വായിക്കുന്നു, നിങ്ങളും ഒരു എഴുത്തുകാരനായി മാറുന്നു. കാരണം ഇറ്റ് ഇൻസ്പയർസ് യു, ഇറ്റ് പ്രൊവോക്സ് യു ടു റൈറ്റ്. അപ്പം റൈറ്റേർലി ടെക്സ്റ്റ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു ദ ഡെത്ത് ഓഫ് ദി ഓഥർ ആൻഡ് ദ ബർത്ത് ഓഫ് ദ റീഡർ. അദ്ദേഹം പറയുന്നത് കാലക്രമേണ കർത്താവ്, ഓഥർ മരിക്കുകയും വായനക്കാരൻ ജനിക്കുകയും ചെയ്യും. ദാറ്റ് മീൻസ് വൺസ് യു ഫിനിഷ് റൈറ്റിംഗ്, ദ ബുക്ക് ഇസ് നോട്ട് യോഴ്സ് എനിമോർ.
The reader becomes the ruler എന്ന് പറഞ്ഞു. ഈ ആശയം ഇറക്കി കഴിഞ്ഞപ്പോൾ ഈ സമയത്ത് തന്നെ ഒരു ആശയം ഉണ്ടായിരുന്നു. സാമുവൽ ബെക്കറ്റ്, ദ ഗ്രേറ്റ് ഫ്രഞ്ച് ഡ്രമാറ്റിസ്റ്റ്, അദ്ദേഹത്തിന്റെ ഒരു ചോദ്യമുണ്ട്. ഡസ് ഇറ്റ് മാറ്റർ ഹൂ ഈസ് സ്പീക്കിംഗ്? ആരാണ് സംസാരിക്കുന്നത് പ്രധാനമാണോ എന്നൊരാശയം ബെക്കറ്റിനുമുണ്ടായി. ഇറ്റ്സ് ഇമ്മെറ്റീരിയൽ ഹൂ സ്പീക്സ്, ദി ഐഡിയ ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ബാർത്ത് പറഞ്ഞു ഡെത്ത് ഓഫ് ദി ഓതർ ആൻഡ് ബർത്ത് ഓഫ് ദി റീഡർ. ഈ ഐഡിയാസ് എല്ലാം കൂടെ ചേർന്നപ്പോൾ മിഷേൽ ഫൂക്കോ പ്രകോപിതനായി. അങ്ങനെ ഉണ്ടായ ഒരു എസ്സെയാണ് വാട്ട് ഇസ് ആൻ ഓഥർ. എന്താണ് ഓഥർ? ദയവ് ചെയ്ത് കുഞ്ഞുങ്ങളെ വിചാരിക്കൂ, വാട്ട് ഇസ് ആൻ ഓഥർ എന്ന് ലഘുവായിട്ട് പറഞ്ഞു തരാനല്ല മിഷേൽ ഫൂക്കോ എഴുതുന്നു. പിന്നെയോ, he wants to problematize the issue of the author. ഓഥർ എന്ന് പറയുന്ന സങ്കല്പനത്തിനെ പ്രശ്നവൽക്കരിക്കുക, ഫിലോസഫിക്കൽ ഡിബേറ്റിലേക്ക് കൊണ്ടെത്തിക്കുക, അതാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം. അല്ലാതെ he is not going to give you any solutions. When you finish discussing the essay, തിരുനക്കര തന്നെ ആയിരിക്കും വഞ്ചി. You will be more confused. You will be facing more problems. You will have no idea about the author as such. That is what Foucault wants. നമ്മളെ കൺഫ്യൂസ് ചെയ്യുക, അങ്ങനെ നമ്മുടെ കൺഫ്യൂഷൻ ഒരു ഡിസ്കോഴ്സ് ആക്കി മാറ്റി, ഒരു വ്യവഹാരമാക്കി മാറ്റി നവചിന്തകൾ ഉൽപ്പാദിപ്പിക്കുക. ഇതാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം. സോ we'll meet again on 4th. Have a nice day. You want to say something? എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ വേഗം ടൈപ്പ് ചെയ്തു. സോറി, നീണ്ട സെഷനായി പോയി. ഹലോ, ആരും ഇല്ലേ? Okay. Abhirami, see you on 4th. Thank you, Amaljit. Thank you, Raki. So we'll see. Okay, Arya. Okay, Amaljit again. Long live the revolution of Viplavari Anile. Thank you. Appa namakku we'll see on 4th. We'll continue with the essay. Nammalippam arandu paranjittu krishikayittu നിലമൊരുക്കി. അടുത്ത ദിവസം എസ്സേയിലേക്ക് പോവാം. പരമാവധി അത്ര സിമ്പിൾ അല്ല, എന്നാലും വി വിൽ ട്രൈ ടു മേക്ക് ഇറ്റ് സിമ്പിൾ. പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഞാൻ ഈ ഡെറീഡയും ഫൂക്കോയും ലക്കാനും ഒക്കെ പഠിപ്പിക്കുന്നത് കണ്ടിട്ട് അവരെല്ലാം അവരുടെ കുഴിമാടത്തിൽ കിടന്നിട്ട് ഇരിയായിരിക്കും, റെഡി ഫൂൾ. നമ്മൾ സങ്കീർണമാക്കി വെച്ചിരുന്ന സാധനമൊക്കെ ഇയാൾ എന്തോ ഈ കാണിക്കുന്നേ എന്ന് വിചാരിക്കുമെന്ന് തോന്നാറുണ്ട്. ഓക്കെ, നമുക്കെല്ലാം മാർഗമില്ലല്ലോ. Okay, thank you for your patient hearing. See you on the 4th. Bye. Take care.